ഒരു മേഖലയാണ്. എന്നാൽ അതിപ്പോ ഏതാണ്ട് 1,00,000-നടുത്ത് തൊഴിലാളികളുള്ള ഒരു മേഖലയായി ചുരുങ്ങിയിട്ടുണ്ട്. 90കളിൽ ഇന്ത്യയിലെ കയർ വ്യവസായത്തിന്റെ 95% കേരളമാണ് നിർവഹിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ വലിയ മാറ്റം തമിഴ്നാട് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. 2006-11 കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് കയർ മേഖലയെ സംബന്ധിച്ച് ആനത്തലോട്ട് ആനന്ദൻ സഖാവ് ചെയർമാനായിട്ടുള്ള ഒരു കയർ കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഈ മേഖലയെ പറ്റി സമഗ്രമായി പഠനം നടത്തി. ഇന്നും കേരളത്തിലെ കയർ മേഖലയെ സംബന്ധിച്ച് സമഗ്രമായി പഠനം നടത്തിയ ഒരു റിപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കയർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലെ 90% ശുപാർശകൾ നടപ്പിലായി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ 2016-21 കാലത്തെ കയർ മേഖലയിൽ തോമസ് ഐസക് സഖാവ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു 2ാം കയർ പുനഃസംഘടന പദ്ധതി കൊണ്ടുവരികയും കയർ മേഖലയെ നവീകരിക്കുന്നതിന് വേണ്ടി യന്ത്രവൽക്കരണം ആധുനികവൽക്കരണവും നടപ്പാക്കുകയും ചെയ്തു. ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. അതിന്റെ തുടർച്ചയായി 2021 വന്ന ഗവൺമെന്റ്, ഇപ്പൊ നിലവിലുള്ള ഗവൺമെന്റും കയർ ഉൽപാദന രംഗത്തും അതുപോലെ ഉൽപ്പന്ന രംഗത്തും വളരെയധികം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ 5 വർഷക്കാലമായിട്ട് ഏതാണ്ട് 5 വർഷത്തെ മൊത്തം കയർ പ്രൊഡക്ഷൻ 54,000 ടൺ വരും. അതുപോലെ കയർ ഭൂവസ്ത്രം ഉൾപ്പെടെയുള്ളതിന്റെ വിപണനം 148 കോടി രൂപയുടെ കയർ ഭൂവസ്ത്ര വിപണനമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കയർ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അങ്ങനെ കയർ മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് സൃഷ്ടിക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മേഖലയിൽ ആധുനികവൽക്കരണവും യന്ത്രവൽക്കരണവും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് വരേണ്ടത്. മറ്റൊന്ന് കശുവണ്ടി വ്യവസായമാണ്. ഒരു കാലത്ത് 3 ലക്ഷം, പ്രത്യേകിച്ച് കൊല്ലം, കണ്ണൂർ പോലെ ജില്ലകളിൽ ഒരു കാലത്ത് 3 ലക്ഷത്തോളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ഈ മേഖലയിൽ ഇന്ന് തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 100 ഫാക്ടറികളും 1 ലക്ഷത്തോളം തൊഴിലാളികളും എന്നുള്ളതാണ് നമ്മുടെ രേഖയിൽ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. 40 യൂണിറ്റുകൾ, 17,000-ഓളം തൊഴിലാളികൾ കാപെക്സിന്റെയും കോർപ്പറേഷന്റെയും ആഭിമുഖ്യത്തിൽ, കൃഷി വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രംഗത്ത് പ്രതിസന്ധി നല്ല രീതിയിൽ ബാധിച്ചിട്ടുള്ള ഒരു രംഗമാണ് നമ്മുടെ, പ്രത്യേകിച്ച് അതിന്റെ ഉൽപാദന അതുപോലെ വിപണന മേഖലകളിലൊക്കെ തന്നെ ഇപ്പൊ ഏറ്റവും അവസാനമായി അമേരിക്ക ഏർപ്പെടുത്തിയ ചുങ്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ വ്യവസായ മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിലവിലുള്ള നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒരു പുനരുജ്ജീവന പാക്കേജ് കൊണ്ടുവരികയും ഒരുപക്ഷെ നമ്മുടെ ഈ മേഖലയുടെ ചരിത്രത്തിൽ ആദ്യമായി കശുവണ്ടി മേഖലയിലെ സംരംഭകരെ കൂടി സംരക്ഷിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് വരികയും അതിന് ആ പാക്കേജ് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് കൈത്തറി മേഖലയാണ്. കൈത്തറി മേഖലയെ സംബന്ധിച്ചിടത്തോളം കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ശക്തിയാണ് കൈത്തറി. ഈ കൈത്തറി മേഖലയുടെ കേരളത്തിൽ നമ്മൾ കൈത്തറി മേഖല സഹകരണ അടിസ്ഥാനത്തിലാണ് കൈത്തറി മേഖല സംഘടിപ്പിച്ചിട്ടുണ്ട്. 469 കൈത്തറി സംഘങ്ങളിലായി 57,405 നെയ്ത്തുകാർ നിലവിലുണ്ട്. 90% നെയ്ത്തുകാരാണ് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഉൽപാദനം ബെഡ്ഷീറ്റ്, ലുങ്കി, തോർത്ത്, ഷർട്ടുകൾ, ഷർട്ടിങ് തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കൈത്തറി മേഖലയുടെ വിപുലീകരണത്തിനായി ഗവൺമെന്റ് സ്കൂൾ യൂണിഫോം പദ്ധതി ആരംഭിച്ചു. സ്കൂൾ യൂണിഫോം പദ്ധതി നമ്മുടെ മില്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന നൂലടക്കം വാങ്ങിക്കൊണ്ട് ഈ 2 മേഖലയെ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ നീക്കങ്ങളാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ തൊഴിൽ നൽകുന്നതിനും അവരുടെ മിനിമം കൂലി ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഈ മേഖലയുടെ നവീകരണം സംബന്ധിച്ച് പാക്കേജുകളും മറ്റു ശുപാർശകളും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് ഖാദി മേഖലയാണ്. ഖാദി മേഖലയെ കുറിച്ച് ഞാൻ അധികാരം പറയേണ്ട ജയരാജ് സഹോദരൻ ഇവിടെ ഉണ്ട്. ഖാദി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ രേഖ പറയുന്നത് 30,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നത് 10,000-ആയി കുറഞ്ഞു എന്നുള്ളതാണ്. 2016-11 LDF സർക്കാർ അവർക്ക് മിനിമം വരുമാനം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ തീരുമാനം, അതുപോലെ വരുമാനം താങ്ങൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ ഖാദി തൊഴിലാളികളുടെ എണ്ണം കമ്പയർ ചെയ്യുന്ന ഒരു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോ മൊത്തത്തിൽ ഖാദി ഗ്രാമീണ വ്യവസായം മൊത്തം എടുത്തു കഴിഞ്ഞാൽ 55,000-ഓളം തൊഴിലാളികൾ ഖാദി മേഖലയിലും അതുപോലെ ഖാദി അനുബന്ധ ഗ്രാമീണ വ്യവസായ മേഖലയിലും പണിയെടുക്കുന്നതായി പറയുന്നുണ്ട്. മറ്റ് മേഖലകളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ബീഡി, ചെത്ത്, മുള തുടങ്ങിയ പരമ്പരാഗത വ്യവസായ മേഖലകളും ഈ രംഗത്തുണ്ട്. ബാംബു, കേരള ഗവൺമെന്റ് തന്നെ ബാംബു ഫെസ്റ്റും അതുപോലെ തന്നെ മുള വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ രേഖയുടെ ഭാഗമായി അവതരിപ്പിക്കാനുള്ളത്. ഇത് പൂർണ്ണമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, കാരണം വളരെ പെട്ടെന്ന് എന്നിൽ വന്നു ചേർന്ന ഒരു കർത്തവ്യമായതുകൊണ്ട് ഈ രേഖ പൂർണ്ണമായി പഠിച്ചൊന്നുമല്ല ഞാൻ അവതരിപ്പിച്ചതിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞ സെമിനാർ നടക്കുന്നതിനിടയിൽ വായിച്ച് അതിന്റെ പോയിന്റുകൾ കൊണ്ടുവന്നതാണ്. ഈ രംഗത്ത് കൈകാര്യം ചെയ്യുന്ന ട്രേഡ് യൂണിയനും ഒപ്പം തന്നെ ഇതിന്റെ മാനേജ്മെന്റും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ചർച്ചകളിലൂടെ അവരുടെ സമ്പുഷ്ടമാക്കും എന്നുള്ള പ്രതീക്ഷ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
മാനേജ്മെന്റും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഉള്ളത്. അവർ ചർച്ചകളിലൂടെ അവരുടെ സമ്പുഷ്ടമാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവസാനിപ്പിക്കും. ശ്രീ തോമസ് ജോൺ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഖാദി മേഖലയെ സംബന്ധിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ തോമസ് ജോൺ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഖാദി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഖാദിന്റെ ചരിത്രം. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളെ അടക്കം വിഭാവനം ചെയ്ത ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റുന്നതിന് ആവിഷ്കരിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. പരുത്തിയിൽ നിന്ന് നൂൽ നൂൽക്കുക, ആ നൂലുപയോഗിച്ച് തുണിയുണ്ടാക്കി വസ്ത്രം നെയ്യുക, ഇത് പരമ്പരാഗത ഇന്ത്യൻ ഗ്രാമീണ മേഖലയിൽ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ മഹാത്മാഗാന്ധി ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഗ്രാമീണ മേഖലയിൽ നേതൃത്വം ഏറ്റെടുത്തോടുകൂടി എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഖാദി പ്രസ്ഥാനം. നേതൃത്വം ഏറ്റെടുത്തോടുകൂടി ആ നിലക്ക് കേരളത്തിൽ 1957 നിലവിൽ വന്ന EMSന്റെ ഗവൺമെന്റ് കാലത്ത് പാസാക്കപ്പെട്ട ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിലെ ഖാദി ബോർഡ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഖാദി ബോർഡ് മാത്രമല്ല ഈ ഖാദി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളത്. കേരളത്തിലെ ഖാദി ബോർഡ് നിയമം അത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആക്ട് ആണ്. ഗ്രാമ വ്യവസായങ്ങളുണ്ട് കേരളത്തിലെ. അപ്പൊ ഖാദി ഇതര ബോർഡ് ഇതര ഖാദി സ്ഥാപനങ്ങൾ അതിൽ ഗ്രാമ വ്യവസായങ്ങളുണ്ട്. ഖാദി ഇതര സ്ഥാപനങ്ങൾ 28 സ്ഥാപനങ്ങൾ ഖാദി ഇതര സ്ഥാപനങ്ങളായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഓരോ മേഖലയിലും ഖാദി പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രൂപീകരിക്കുകയും അത് കേന്ദ്ര ഖാദി കമ്മീഷനിൽ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നു. അപ്പോ അത് ഈ പരമ്പരാഗത വ്യവസായ മേഖലയിൽ യഥാർത്ഥത്തിൽ നിലനിർത്താൻ വേണ്ടി എപ്പോഴൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പരിശ്രമിച്ചു. ഇപ്പൊ നേരത്തെ ഇവിടെ ടീം പേപ്പർ അവതരിപ്പിക്കുന്ന അവസരത്തിൽ പറഞ്ഞൊരു കാര്യം, ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഈ ഖാദി മേഖലയിൽ മിനിമം കൂലിയുണ്ട്. ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും നിലവിലില്ലാത്ത ഒന്നാണ് ഈ മിനിമം. ഖാദി മേഖലയിൽ കേരളത്തിൽ മാത്രമാണ്. പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികളോട് പ്രതിബദ്ധതയുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പാക്കിയതാണ് ഇൻകം സപ്പോർട്ട് സ്കീം. എന്ന് പറഞ്ഞാൽ പരമ്പരാഗത വ്യവസായ കേന്ദ്ര ഖാദി കമ്മീഷൻ, അത് കേന്ദ്ര നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയത്. ആ കേന്ദ്ര ഖാദി കമ്മീഷൻ നൂൽ നൂറ്റാൽ ഒരു കഴി നൂൽ ഇത്ര പൈസ, അതുപോലെ തന്നെ 1 മീറ്റർ തുണി നെയ്താൽ ഇത്ര പൈസ, അത് അവര് ഖാദി കമ്മീഷന്റെ കോസ്റ്റ് ചാർട്ട് അനുസരിച്ചുള്ള കൂലി നിശ്ചയിച്ചു. ആ കൂലിക്ക് പുറമെ കേരളത്തിൽ മിനിമം കൂലി കിട്ടുന്നു. അത് കേരളത്തിന് മാത്രമേ ആണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ആ കൂലിക്ക് പുറമെ ആ മിനിമം കൂലിയിൽ കോസ്റ്റ് ചാർട്ട് അനുസരിച്ചുള്ള കൂലി കഴിച്ച് എത്രയാണോ ബാക്കി വരുന്നത് അത് സംസ്ഥാന ഗവൺമെന്റ് മിനിമം കൂലിയിൽ ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ട് നൽകുകയാണ് ചെയ്യുന്നത്. ബഡ്ജറ്റ് സപ്പോർട്ടോടു കൂടിയാണ് മിനിമം കൂലി കേരളത്തിൽ നൽകുന്നത്. അത് സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഖാദി പ്രസ്ഥാനങ്ങളുമായി സമ്പാദിക്കുവാനുള്ള അവസരം ഉണ്ടായപ്പോ അവിടെയൊക്കെ തുച്ഛമായിട്ടുള്ള കൂലിയാണ്, ഇതിനേക്കാളും കുറഞ്ഞ കൂലിയാണ്. ഇവിടെ മിനിമം വേസ് ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഈ മേഖലയിൽ തൊഴിലാളികള് വലിയ എണ്ണം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിനിമം വേസ് ഉണ്ട്. അപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു തൊഴിലാളികളുടെ എണ്ണം കുറവ്. ഞങ്ങളുടെ കണക്കനുസരിച്ച് തൊഴിലാളികൾ വലിയ 15,000-ഓളം തൊഴിലാളികൾ ഇപ്പം ജോലി ചെയ്യുന്നു. അത് ബോർഡിന്റെ കീഴിലുമുണ്ട്, അതുപോലെ തന്നെ ബോർഡ് ഇതര ഖാദി സ്ഥാപനങ്ങളുടെ കീഴിലും 15,000-ഓളം ജോലി ചെയ്യുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെന്റ് കോവിഡിന് ശേഷം, കോവിഡ് കാലത്ത് വലിയ നിരക്ക് ഈ ഖാദി തൊഴിലാളികൾക്ക് ജോലിയും കൂലിയും ഇല്ലാത്ത അവസ്ഥ, കാരണം ലോക്ക്ഡൌൺ. അപ്പൊ ആ ഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സഹായം സർക്കാർ ജീവനക്കാരോടും അധ്യാപകന്മാരോടും ആഴ്ചയിൽ ഒരു ദിവസം ഖാദി വസ്ത്രം ധരിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ്. അത് ഓർഡർ അല്ലല്ലോ.
അഡ്വൈസറി ആയിട്ടുള്ള അധ്യാപകന്മാരോട് ഒരു നിർദ്ദേശമാണ് കൊടുത്തത്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിപണനം കുറെ കൂടി ശക്തിപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ ഫലമായി ഒരു വസ്ത്ര വിപണനം കുറെ കൂടി മുന്നോട്ട് പോയി. അതിന്റെ അടിസ്ഥാനത്തിൽ ജോലിയും കൂലിയും നൽകി വരുന്നുണ്ട്. പൊതുവിൽ അടുത്ത മാസം 5-ാം തീയതിക്കകം കൂലി നൽകുന്ന സ്ഥിതി തുടർന്നു വരുന്നുണ്ട്. പൊതുവിൽ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ. അവിടെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന നിലക്ക് പയ്യന്നൂരിലാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് അതിന്റെ പരിധിയിൽ വരുന്നത്. അപ്പൊ അവിടെ ചില പ്രയാസങ്ങൾ നേരിടുന്നു. ഈ സംസ്ഥാന ഗവൺമെന്റ് ഖാദി ബോർഡിനോട് ആവശ്യപ്പെട്ടത് ഖാദി പ്രസ്ഥാനത്തെ നവീകരിച്ച് ഈ മേഖലയെ നിലനിർത്തണം. അതിന്റെ ഭാഗമായി നിൽക്കുന്ന തൊഴിലാളികൾക്ക് വരുമാനദായകമായി പ്രവർത്തിക്കണം എന്നതാണ്. ഈ മേഖലയെ അതിന്റെ അടിസ്ഥാനത്തിൽ ഖാദി പ്രസ്ഥാനത്തെ നവീകരിക്കാനുള്ള പരിപാടി ഖാദി ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ പുതിയ തരം വസ്ത്രങ്ങൾ, പുതിയ ഡിസൈൻ വസ്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. അതനുസരിച്ച് ആ പുതിയ ഡിസൈൻ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രയോജനമുണ്ടായിട്ടുണ്ട്. പറയുമ്പോൾ ഖാദി തുണിയെ സംബന്ധിച്ച് നേരത്തെയുള്ള ഒരു ധാരണ പരുക്കൻ തുണി മാത്രമാണ്. പക്ഷെ ഇപ്പൊ നേരിയ തുണിയും കിട്ടും. പ്രയോജനമുണ്ടായിട്ടുണ്ട്. അപ്പോ നേരിയ തുണി മാത്രമല്ല, ഖാദി തുണി ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടേഴ്സ് കോട്ട്, നഴ്സസ് കോട്ട് അത് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നു. ദേശീയ മെഡിക്കൽ കമ്മീഷൻ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഈ ഡോക്ടേഴ്സ് കോട്ട്, നഴ്സസ് കോട്ട് ഖാദി തുണിയിൽ ഉൽപ്പാദിപ്പിച്ചത് വാങ്ങണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി പ്രയോജനകരമായി. ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ്സ് കോട്ട്, വക്കീലന്മാരുടെ കോട്ട് അത് ഉൽപ്പാദിപ്പിച്ച് വിപണനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഇത് നവീകരിക്കുന്നതിന്റെ ഭാഗമായി ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഖാദിയുടെ മുണ്ട് മാത്രമല്ല, ഖാദി തുണിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൻസും ഖാദി ബോർഡ് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നുണ്ട്. ഖാദി തുണിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൻസും ഖാദി ബോർഡ് ഉൽപ്പാദിപ്പിച്ച് വിപണനം. ഖാദി ബോർഡിന്റെ കീഴിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, അപ്പൊ നിലവിലുള്ള ബോർഡ് ചാർജ് എടുത്തപ്പോ ഖാദി ബോർഡിന്റെ എത്ര സൊസൈറ്റികൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത് വലിയ എണ്ണമാണ്. ആ സൊസൈറ്റികള് വില്ലേജ് ഇൻഡസ്ട്രീസ് യൂണിറ്റുകൾ നടത്തുന്ന സൊസൈറ്റികളാണ് പ്രധാനമായും. പക്ഷെ ആ സൊസൈറ്റികൾ യഥാവിധി പ്രവർത്തിച്ചു വരുന്നില്ല. ഒരു വലിയ പ്രശ്നമാണ്. അപ്പോ ഇപ്പോ ഈ സംഘങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഇന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് സെറികൾച്ചർ കോഓപ്പറേറ്റീവ്സ്, പട്ടുനൂൽ പുഴു, ആ പട്ടുനൂൽ ഉൽപാദനം നടത്തുന്നതിന് വേണ്ടി നിരവധി സൊസൈറ്റികൾ ഉണ്ടാക്കി. പക്ഷെ അത് വിജയിച്ചില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള സൊസൈറ്റീസ് അടക്കമാണ് ഈ 3000-ലധികം സൊസൈറ്റികളുടെ എണ്ണം ഖാദി ബോർഡിന്റെ കീഴിൽ പ്രതിഷേധ സംഘങ്ങൾ നിലനിൽക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പുതിയ ഡിസൈൻ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം കുറെ കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഈ ഖാദി വസ്ത്രത്തെ പറ്റിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചില പ്രചരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് വില കൂടുതലാണ്, അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. യഥാർത്ഥത്തില് കൈത്തറിയിൽ നിന്നും വ്യത്യസ്തമാണ് ഖാദി എന്ന് നിങ്ങൾക്കറിയാം. കൈത്തറി എന്ന് പറയുന്നത് സ്പിന്നിംഗ് മില്ലിൽ നിന്നും നൂലുണ്ടാക്കി അത് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കലാണെങ്കിൽ എല്ലാം ഹാൻഡ് മെയ്ഡ് ആണ് ഖാദിയെ സംബന്ധിച്ച്. അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് കുറച്ച് വില കൂടും. പക്ഷേ ഗവൺമെന്റ് റിബേറ്റ് നൽകുന്നുണ്ട്. വർഷത്തിൽ 100 ദിവസത്തിലധികം വിശേഷ ദിവസങ്ങളിൽ 30% റിബേറ്റിന്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് കുറേയധികം വിപണനം ആ നിലക്ക് നടത്തുന്നു. വിശേഷ ദിവസങ്ങളിൽ 30% ഇതിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ
പ്രധാനമായിട്ട് ഈ ഉൽപാദനക്ഷമത കുറയുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആ ഉൽപാദനക്ഷമത കുറയുന്നു, അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റി ഈ ഉപഭോക്താക്കളിൽ നിന്ന് ചില വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഉൽപാദനക്ഷമത കുറയുന്നു, അതിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇടപെടുന്നത് ഞങ്ങളത് ഗവൺമെന്റുമായിട്ട് അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ അതിൽ സെഷനും അത്തരത്തിലുള്ള നിർദ്ദേശം ഗവൺമെന്റിന്റെ മുമ്പിൽ സമർപ്പിക്കണം. ഇതിന്റെ ചർച്ച എന്ന് അത് ഒന്ന് ഈ അത്തരത്തിലുള്ള നിർദ്ദേശം ഗവൺമെന്റിന്റെ മുമ്പിൽ നേരത്തെയുള്ള ഒരു സർക്കാർ ഉത്തരവനുസരിച്ച് ഇപ്പോ സ്പിന്നിങ് യൂണിറ്റിൽ അവിടെ ഇൻസ്ട്രക്ടർ വേണമല്ലോ, അതുപോലെ തന്നെ വീവിംഗ് യൂണിറ്റ് ഇൻസ്ട്രക്ടർ വേണം, അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുന്ന. പക്ഷേ ഈ ഇൻസ്ട്രക്ടർമാരുടെ തസ്തിക അബോളിഷ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിലുള്ള സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് വാനിഷിംഗ് പോസ്റ്റ് ആക്കിയിട്ട് മാറ്റി. പക്ഷേ അപ്പോ അംഗീകൃത തസ്തികളില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും താൽക്കാലികക്കാരെ വിളിച്ചിട്ടാണ് ജോലി ചെയ്യിപ്പിക്കുക. അവർക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇൻസ്ട്രക്ടർമാരുടെ തസ്തിക അനുവദിക്കണം. എത്ര പ്രൊഡക്ഷൻ സെന്റേഴ്സ് ഉണ്ടോ ഖാദി ബോർഡിനെ സംബന്ധിച്ച്? ആ നൂൽപ്പ് കേന്ദ്രം എന്ന് പറയുമ്പോൾ 255 നൂൽപ്പ് കേന്ദ്രങ്ങൾ, 191 നെയ്ത്ത് കേന്ദ്രങ്ങൾ. അപ്പൊ അവിടെയൊക്കെ ഇൻസ്ട്രക്ടർമാർ വേണം. അത് ഓരോന്നിനും ഓരോ ഇൻസ്ട്രക്ടർ എന്നല്ല, പക്ഷേ ചില യൂണിറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിയെങ്കിലും ഇൻസ്ട്രക്ടർമാര് യോഗ്യതയുള്ള ഇൻസ്ട്രക്ടർമാരെ നിയമിക്കാൻ വേണ്ടി തസ്തിക അനുവദിക്കണം എന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് പറയാൻ. ഇതുപോലെ തന്നെ മറ്റൊന്ന് തസ്തിക അനുവദിക്കണം എന്നതാണ്. ഈ തൊഴിലാളികൾക്ക് പ്രൊഡക്ഷൻ ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്, ഇൻകം സപ്പോർട്ട് സ്കീമുണ്ട്. നേരത്തെ പറഞ്ഞു ബഡ്ജറ്റ് സപ്പോർട്ട്. മറ്റൊന്ന് അത് കുറെ മാസങ്ങൾക്ക് ശേഷമാണ് കിട്ടുന്നത്. ഇവിടുത്തെ ഗവൺമെന്റ് മുമ്പിൽ തൊഴിലാളികളുടെ ശക്തമായിട്ട് ആവശ്യം ഉന്നയിച്ചു കുടിശ്ശിക ഇതാണ്, കൂലി കിട്ടുന്നില്ല. അങ്ങനെയാണ് വാർത്തകളൊക്കെ വന്നത്. കൂലി അതത് മാസം കൊടുക്കുന്നുണ്ട്. അത് പിന്നെ കോസ്റ്റ് ആക്ട് അനുസരിച്ചുള്ള കൂലി അതത് മാസം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇൻകം സപ്പോർട്ട് അനുസരിച്ചുള്ള ഗവൺമെന്റ് കൊടുക്കേണ്ട കൂലിയിലെ ഭാഗം കിട്ടുന്നതിൽ കാലതാമസം നേരിടുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് അത് അതത് മാസം ഗവൺമെന്റ് ഏതായാലും കൊടുക്കുന്നതാണല്ലോ, അതത് മാസം ഈ തുച്ഛമായിട്ടുള്ള കൂലി കിട്ടുന്ന തൊഴിലാളികൾക്ക് ഇൻകം സപ്പോർട്ടിന്റെ സ്കീമിന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യം അതത് മാസം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം എന്നതാണ്. ഇൻകം സപ്പോർട്ടിന്റെ ഇതുപോലെ തന്നെ പുതിയ ഡിസൈൻ അക്കാര്യത്തിൽ കുറേയധികം മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ITI ഇവിടെ ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സഹകരിച്ചുകൊണ്ട് പുതിയ ഇനം വസ്ത്രങ്ങൾ, പുതിയ തരം വസ്ത്രങ്ങൾ, ഡിസൈൻ വസ്ത്രങ്ങൾ അത് ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനായി ഖാദി കേരള എന്നൊരു ആപ്ലിക്കേഷനും ഖാദി ബോർഡിന്. അപ്പൊ നവീകരിച്ച് നിലനിർത്തുക എന്നുള്ള ഗവൺമെന്റിന്റെ അഡ്വൈസ് അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നു. വേറൊരു കാര്യം, ഖാദിയുടെ കീഴിൽ കോപ്പറേറ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇത് ഈ ഖാദി പ്രസ്ഥാനം ആരംഭിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഓരോ പ്രദേശത്തും ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരം ഉണ്ടാക്കാൻ ഖാദിയുടെ യൂണിറ്റിന് വേണ്ടി സ്ഥലം സംഭാവന നൽകി. അതായത് പണ്ടത്തെ ഭൂദാന പ്രസ്ഥാനം പോലെ ആ ഭൂമി ദാനം കൊടുക്കുക, കുറച്ചാൾക്ക് പണി കിട്ടട്ടെ എന്ന് പറഞ്ഞു മഹത് വ്യക്തികൾ. അങ്ങനെ കുറെ സ്ഥലങ്ങൾ കേരളത്തിൽ. എല്ലാ സ്ഥലവും ഖാദി ബോർഡിൻ്റെതല്ല, ഇതര ഖാദി സ്ഥാപനങ്ങളുടെ പേരിലും സ്ഥലമുണ്ട്. ഞങ്ങള് ഖാദി ബോർഡിന്റെ കീഴിൽ കേരളത്തിൽ ഉടനീളമുള്ള വെറുതെ കിടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചുള്ള ഒരു പഠനം ഒരു സ്പെഷ്യൽ ഓഫീസറെ നിശ്ചയിച്ചു. റിപ്പോർട്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പോ സമഗ്രമായിട്ട് റിപ്പോർട്ടാണ്. എല്ലാ ജില്ലകളിലും വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് ഇപ്പോ IOC ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പെട്രോളിയം ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ ഏതാണ്ട് ഞങ്ങള് മനസ്സിലാക്കിയിടത്തോളം ഖാദി ബോർഡിന്റെ കീഴിലും അതുപോലെ സഹകരണ സംഘം ഖാദിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ കീഴിൽ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് പ്രയോജനപ്പെടുത്താനാകും. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് മാർഗനിർദ്ദേശത്തോടുകൂടി ചെയ്യണം എന്നുകൂടിയാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കും. അതിനുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ പരമ്പരാഗത തൊഴിലാളികളെ പറ്റി ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വം പരിഗണിക്കുക. വേറെ ഒരു ഗവൺമെന്റും പരിഗണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഭരണത്തുടർച്ച
തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്ന കാര്യം കൂടി പറയുന്നു. ഈ ഖാദി മേഖലയെ കുറെ കൂടി സംരക്ഷിക്കണം. അതിന് ദേശീയതയുടെ ഒരു കാര്യം കൂടിയുണ്ട്. ഗാന്ധിജി ദേശീയത ഇതൊക്കെ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഖാദി പ്രസ്ഥാനത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ആവശ്യം കൂടിയാണ് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദ്യമായി ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി സഖാവ് പി രാജീവനെ ക്ഷണിക്കുക. വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി സഖാവ് പി രാജീവനെ ക്ഷണിക്കുക. ബഹുമാന്യരെ, പരമ്പരാഗത മേഖല കഴിഞ്ഞ 10 വർഷം എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളെ ആണ് അതിജീവിച്ചത്, ഏതെല്ലാം പുതിയ കഴിഞ്ഞ 10 വർഷം ഇനീഷ്യേറ്റീവ്സ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതാണല്ലോ പൊതുവെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ എത്ര ശ്രമിച്ചാലും കുറെ പ്രതിസന്ധി ഉള്ളൊരു മേഖലയാണ് പരമ്പരാഗത വ്യവസായം. സർക്കാർ ശ്രമിച്ചത് നമ്മൾ എത്ര ശ്രമിച്ചാലും കുറെ ഇന്നത്തെ കാലത്തിന്റെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കി ഒരു വിദഗ്ധമായ സമിതിയുടെ വിശദമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും വിദഗ്ധ സമിതി വന്നിരുന്നു. കയറ്, കൈത്തറി, കശുവണ്ടി ആവശ്യമായിട്ടുള്ള അതിൽ ചില സമിതികൾ ഇന്റർവ്യൂ റിപ്പോർട്ട് വെച്ചു, അത് നടപ്പിലാക്കി. ബാക്കി എല്ലാ സമിതികളും റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുമായി ചർച്ച ചെയ്ത് കുറേയേറെ കാര്യങ്ങൾ ഇപ്പോ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിലിപ്പോ കൈത്തറി നോക്കുകയാണെങ്കിൽ കൈത്തറി ഇപ്പോ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് സൗജന്യ സ്കൂൾ യൂണിഫോമാണ് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ ഏറ്റവും കൂടുതൽ ചെലവുള്ള ഒരു ഹെഡ് ഇപ്പോ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിപ്രായം അവരുടെ ഹെഡിൽ നിന്ന് മാറ്റി വിദ്യാഭ്യാസ വ്യവസായത്തിലേക്ക് കൊടുക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് അവരുടെ അഭിപ്രായം. നമ്മുടെ ആവശ്യം എയ്ഡഡ് സ്കൂളുകളിൽ കൂടി 3 വർഷം കൂടി വർദ്ധിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ് പൊതുവെ സംഘടനകൾ ഉയർത്തുന്നത്. നമ്മുടെ ആവശ്യം ഈ സാമ്പത്തികമായിട്ടുള്ള പല പരിമിതികളും നമ്മുടേതല്ലാത്ത കാരണം കൊണ്ടാണെങ്കിൽ പോലും ഗവൺമെന്റ് അഭിമുഖീകരിക്കുമ്പോഴും ഒരു പ്രധാന പരിഗണന ഈ രംഗത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിമിതികളും ഇപ്പോൾ 16-17 മുതൽ എടുക്കുകയാണെങ്കിൽ സ്കൂൾ യൂണിഫോമിന് വേണ്ടി 691 കോടി രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. 16-17 മുതൽ എടുക്കുകയാണെങ്കിൽ കൈത്തറി റിബേറ്റ് നോക്കുകയാണെങ്കിൽ 107 കോടി അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ കുടിശ്ശിക വെക്കുന്നുണ്ട്. റിബേറ്റ് നോക്കുകയാണെങ്കിൽ ഇൻകം സപ്പോർട്ട് സ്കീം 16,727 നെയ്ത്തുകാർക്കായി ഏകദേശം 10 കോടി 65 ലക്ഷം അതിന്റെ സപ്പോർട്ട് സ്കീം 21 മുതൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നൽകുകയുണ്ടായി. ഏകദേശം 10 കോടി. നമ്മളിപ്പോ കൈത്തറി മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ, ഒന്ന് ബ്രാൻഡഡ് ഐറ്റങ്ങളിലേക്ക് എന്നുള്ളൊരു ബ്രാൻഡ് അത് അംഗീകരിച്ചു. വിപണിയിൽ ഒരു വാല്യൂ അഡീഷൻ കിട്ടി. ഡിസൈനേഴ്സിന്റെ സേവനം ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. പുതിയ ഡിസൈനുകൾ വന്നു. എന്നാൽ ഒരു പ്രതിസന്ധി എപ്പോഴും വരുന്നത് ടെക്സ്റ്റൈൽ രംഗം പൊതുവെ, അത് മാത്രമല്ല ടെക്സ്റ്റൈൽ രംഗം പൊതുവെ നമ്മള് കോട്ടൺ വാങ്ങാൻ തീരുമാനിക്കും. തീരുമാനമൊക്കെ എടുത്ത് അംഗീകാരമൊക്കെ വന്ന് ഫണ്ടൊക്കെ അനുവദിച്ചു വരുമ്പോഴേക്കും സീസൺ മാറും. അപ്പൊ വില വല്ലാതെ കൂടും, ഗുണം പരമാവധി കുറയും. അപ്പൊ പിന്നെ ആ കോട്ടൺ വാങ്ങി എത്ര നൂല് ഉൽപ്പാദിപ്പിക്കുന്നോ അതിനനുസരിച്ച് നഷ്ടം കൂടും. ഇതാണ് അഭിമുഖീകരിച്ച പ്രശ്നം. ഇപ്പൊ നമ്മൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നു, കോട്ടൺ ബോർഡ്. നമ്മളൊരു 70 കോടിയുടെ ഫണ്ട് മാറ്റി ലോൺ എടുത്തു. 10 കോടി ഗവൺമെന്റ് അനുവദിച്ചു. സീസണിൽ തന്നെ കോട്ടൺ വാങ്ങും. അപ്പൊ കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള കോട്ടൺ കിട്ടും. അത് മില്ലുകൾ കൊടുത്ത് നൂലാക്കി മാറ്റാൻ. അപ്പൊ അതിനുശേഷമാണ് ടെക്സ്റ്റൈൽ രംഗത്ത് ഇപ്പോ പൊതുവെ ലാഭകരമാകുന്നു സ്ഥാപനങ്ങൾ എന്ന് വന്നത് ഈ കോട്ടൺ ബോർഡ് തീരുമാനത്തിന് ശേഷമാണ്. പിന്നെ ചെറുപ്പക്കാരെ ഇതിലേക്ക് ആകർഷിക്കാൻ യുവ വ്യൂ പദ്ധതി ലാഭകരമാകുന്നു. അതിൽ 2018 കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ആരംഭിച്ചതാണ്. അത് നല്ല രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. യുവ വ്യൂ പദ്ധതി
ഹാൻഡെക്സ് ആണെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം ഈ ലെഗസി ലയബിലിറ്റി എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ ബാധ്യതകളെല്ലാം കുമിഞ്ഞുകൂടി കിടക്കുന്നതാണ്. 35 കോടിയോളാണ് ഇതിന്റെ ബാധ്യതയായിട്ട്. ഇപ്പൊ 20 കോടി ഗവൺമെന്റ് ഈ വർഷം വകയിരുത്തി, കഴിഞ്ഞ വർഷം 20 കോടി വകയിരുത്തി അതിന്റെ ഒരു ഭാഗം ചെലവഴിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ചു. ഇപ്പൊ അത് ഇലക്ഷനിലേക്കും മറ്റു മേഖലയിലേക്കും പോവുകയാണ്. കൈത്തറി രംഗത്ത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കമാൻഡോ എന്ന് പറയുന്ന പുതിയ ഷർട്ട് വിപണിയിൽ ഇറക്കി. ഹാൻഡ് വീവും റെഡിമെയ്ഡ് രംഗത്തേക്ക് മാറി. ടെക്സ്റ്റൈൽ രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷനുകൾ പ്രൊഡക്റ്റുകളിലേക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു മേഖല അതാണ് എന്ന് മനസ്സിലാക്കി ആ രംഗത്തേക്ക് മാറിയിട്ടുണ്ട്. ടെക്സ്റ്റൈൽ രംഗത്തും അതേപോലെ തന്നെയാണ് കയറിന്റെ പ്രശ്നം. കയറിന്റെ ഉൽപാദന ചെലവ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ ഉയർന്നതായിരുന്നു. പല ഘടകങ്ങളുണ്ട്. എന്നാൽ മത്സരിക്കുന്നത് എപ്പോഴും പൊതുവിപണിയാണ്. തമിഴ്നാട്ടിൽ വരുന്ന കെയറായാലും കേരളത്തിൽ വരുന്ന കെയറായാലും ഒരേപോലെയാണ് മത്സരിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില നടപടികൾ സ്വീകരിക്കേണ്ടത്. കയർ മേഖലയ്ക്ക് ഈ 2 ഗവൺമെന്റുകൾ കൂടി അനുവദിച്ച് ചെലവഴിച്ചത് 1243 കോടി 65 ലക്ഷമാണ് ഈ മേഖലയിൽ ചെലവഴിച്ചത്. എന്നാൽ ഗവൺമെന്റിന് ഇപ്പോ ഒരു പ്രതിസന്ധി വന്നു. ഇപ്പൊ കുറച്ച് ഇടപെടേണ്ടി വന്നു എന്ന് വന്നപ്പോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് ശരിയായി കീഴ്വഴക്കല്ലെങ്കിലും 25 കോടി ഇപ്പോൾ അവർക്ക് വായ്പ എടുത്ത് കൊടുത്തിരിക്കുകയാണ് 2 സ്ഥാപനങ്ങൾ. കാരണം ഭൂവസ്ത്രം വിതരണത്തിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് ഇപ്പോൾ തൊഴിലുറപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് പഞ്ചായത്തിന് കൊടുത്ത ഭൂവസ്ത്രത്തിന്റെ വില തിരിച്ച് കെയർ കോർപ്പറേഷനും കോർപ്പറേറ്ററിനും കിട്ടിയാൽ മാത്രമാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് താഴോട്ട് പണം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ പണം കിട്ടുന്നില്ല. അതുകൊണ്ട് പണം കൊടുക്കൽ പ്രതിസന്ധിയില്ല. ഇവിടെ നമുക്ക് അതുകൂടി കണക്കിലെടുത്ത് ഗവൺമെന്റിന് പണം വിതരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങനെയാണ് നമ്മളിപ്പോ കടം വാങ്ങിച്ചാണെങ്കിലും അവർക്ക് കൊടുത്ത് അതും ഒരു വിതരണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പുതിയ പദ്ധതി ഫൈബർ ബാങ്ക്, ഈ കോട്ടൺ ബാങ്ക് പോലെ തന്നെ ചകിരി എത്രയാണോ ആവശ്യമെന്ന് ഈ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അത്രയും ചകിരി ഓപ്പൺ ടെൻഡർ വഴി കേരളത്തിൽ നിന്നുള്ള ചകിരി D5 യൂണിറ്റുകൾക്ക് മുൻഗണന നൽകി സംഭരണം നടത്തുന്ന രൂപത്തിലുള്ള സംവിധാനം, അത് ഫൈബർ ബാങ്ക് ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. അത് വരുമ്പോൾ ആവശ്യത്തിന് ചകിരി ലഭിക്കുന്ന സാഹചര്യം വരും. പിന്നെ റിവോൾവിംഗ് ഫണ്ട് നമ്മളിപ്പോ അത് ഗവൺമെന്റ് അംഗീകരിച്ചു. അതിന്റെ തുടർ നടപടിയിലേക്ക് പോകാം. കാരണം സ്ക്വയർ ഫീറ്റ് കയറെടുക്കും. ഇവര് കാശ് കൊടുക്കുമ്പോഴേക്കും മിക്കവാറും സൊസൈറ്റികൾ പ്രതിസന്ധിയിലാവും. അപ്പൊ സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന സ്ക്വയറിനുള്ള പൈസ 2 ആഴ്ചക്കുള്ളിൽ കൊടുക്കണം. അവന് റിവോൾവിംഗ് ഫണ്ട് വയ്ക്കും. ആ ഫണ്ടിൽ നിന്ന് അതെടുത്ത് കൊടുക്കുക. തിരിച്ച് കയർ ഫണ്ടിന് കയർ കൊടുത്ത് കിട്ടുന്ന പൈസ വരുമ്പോൾ ഇതിലേക്ക് കൊടുക്കുക. അങ്ങനെ റിവോൾവിംഗ് ഫണ്ട് ഇപ്പൊ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. അത് നടപ്പിലാകുന്നതോടുകൂടി ഈ പണം കിട്ടുന്നതിന്റെ പ്രതിസന്ധി സൊസൈറ്റികൾക്ക് മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനാവശ്യ ചെലവുകൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? നേരത്തെ ഒരു കയർ ഉപദേശ സമിതി ഉണ്ടായിരുന്നു, അഡ്വൈസറി അപ്പെക്സ് ബോഡി. അത് പിന്നെ അനന്തലോട്ട് സഭയുള്ളപ്പോ അതിന്റെ പ്രധാന നേതൃത്വം വഹിച്ചിരുന്നതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭരണത്തിന് ശേഷം പിന്നെ നമ്മൾ ആ അപ്പെക്സ് ബോഡി ആ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. ആവശ്യത്തിന് യോഗം വിളിക്കുക എന്നതിലേക്ക് മാത്രമാണ്. ഫോമാറ്റിക്സ്, കെയർ കോർപ്പറേഷൻ, കെയർ ഫെഡ്, കെയർ മിഷണറി കോർപ്പറേഷൻ, നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റാണ് പ്രധാനം. ഇപ്പൊ കെയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ക്ഷേമനിധി ബോർഡിന്റെ ചെലവ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഈ അതുവഴി വിതരണം ചെയ്യുന്നതിന്റെ 3 ഇരട്ടി 4 ഇരട്ടിയാണ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ബോർഡുകളുടെ ഒരു പൊതു പ്രശ്നം ഇപ്പോഴല്ലെങ്കിലും ഭാവിയിൽ ഗവൺമെന്റ് ചർച്ച ചെയ്യേണ്ടി വരും. ബോർഡുകൾ രൂപീകരിക്കുമ്പോൾ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ ബോർഡുകളുടെ ക്ഷേമത്തിലേക്ക് മാറും. അതിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസസ് വരുന്നത്. ജീവനക്കാരുടെ എണ്ണം, ഓവർ ടൈം, മറ്റു പല ഓവർ ടൈം ഉണ്ടാവില്ല, മിക്കവാറും ഇപ്പോ കൂടുതൽ എണ്ണം വരുന്നു, കാഷ്വൽ വരുന്നു. എന്റെ തുക ഞാൻ ഇവിടെ പറയുന്നില്ല, പറഞ്ഞാൽ അത് പിന്നെ നിങ്ങൾക്ക് ഇത്ര ഉണ്ടോ ഇതിന്റെ ചെലവ് എന്ന് തോന്നും. അപ്പൊ അതെല്ലാം ഒരു പൊളിച്ചെഴുത്ത് നടത്തേണ്ടതാണ്. അതിലേക്ക് ഞങ്ങൾ ഇപ്പൊ പോയിട്ടില്ല. എന്നാൽ ഫോമാറ്റിക്സും കെയർ കോർപ്പറേഷനും മെർജ് ചെയ്തു. അപ്പൊ അതെല്ലാം ഒരു തുടങ്ങിയ കാലം മുതൽ എന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് കുറച്ച് ഇപ്പൊ മെർജ് ചെയ്തു 2 ലാഭത്തിലേക്ക്. കെയർ കോർപ്പറേഷൻ തുടങ്ങിയ ലാഭത്തിലാണ്, ഫോമാറ്റിക്സ് നീണ്ട കാലത്ത് ഇടവേളയ്ക്ക് ശേഷം ലാഭത്തിലായി. സ്ക്വയർ ഫീറ്റ് മാത്രമാണ് അവരിലേക്ക് വരാതിരിക്കുന്നത്. സ്ക്വയർ മിഷണറി കോർപ്പറേഷനും ഏകദേശം ഇതിലേക്ക്.
കൊയർ മെഷീനറി കോർപ്പറേഷന് കുറെ പരാതികൾ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ ആവശ്യമായ കുറേയേറെ നടപടികൾ സർക്കാർ സ്വീകരിച്ചു. യഥാർത്ഥത്തിൽ നമുക്ക് ഈ മെഷീനറി കോർപ്പറേഷൻ ഒരു കയർ ഉണ്ടാക്കുന്നതിന് മെഷീനറി നല്ല മെഷീനറി വിപണിയിൽ ലഭ്യമാണെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി അത്രയും പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത നിർമ്മാണം ആവശ്യമാണോ? ഇനിയിപ്പോ ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ ഒരു കാറ് വേണമെങ്കിൽ കാറ് വാങ്ങിയാൽ കാറ് കമ്പനി ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ മെഷീനറി കോർപ്പറേഷൻ വന്നു. ഇത്തരം സ്ഥാപനങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഒരു തുടർച്ച ഗവൺമെന്റിന് വരുമ്പോൾ ഏത് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് തുടരുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു പുനർവിചിന്തനം നമുക്ക് ആവശ്യമായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ ഓൺലൈൻ വിപണനം വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ മോളുകളിൽ നമ്മൾ വിപണനം തുടങ്ങി. ഇവിടെ തന്നെ കേരള കോർപ്പറേഷന്റെ നമ്മുടെ ഓൺലൈൻ വിപണനം കേരള കോർപ്പറേഷൻകാരെ കാണാനില്ല. അതുപോലെ മോളുകളിൽ ഏകദേശം 60 ലക്ഷം നമുക്ക് 3-4 മാസം കൊണ്ട് കൊയർ ഉൽപ്പന്നങ്ങൾ വിറ്റ് ലുലു മാളിൽ ചെറിയ സ്ഥലം കിട്ടിയത് നല്ല രീതിയിൽ തന്നെ വിൽക്കാനായിട്ട് കഴിയും. പിന്നെ ഏകോപനം ഈ സംവിധാനം ഈ വിവിധ സ്ഥാപനങ്ങളെ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ ബാങ്ക് വന്നു. റിവോൾവിംഗ് ഫണ്ട് 10 കോടി രൂപ ഇപ്പോൾ ഗവൺമെന്റ് നേരത്തെ പറഞ്ഞ റിവോൾവിംഗ് ഫണ്ടിന് അനുവദിച്ചിട്ടുണ്ട്. ഇൻകം സപ്പോർട്ട് സ്കീം 14,061 തൊഴിലാളികൾക്ക് നമ്മൾ ആധാർ വഴി ഇത് ബന്ധപ്പെടുത്തിയോടുകൂടി തന്നെ എണ്ണം പെട്ടെന്ന് കുറച്ചു. 14,000 ഈ തൊഴിലാളികളുടെ ഇത്തരം ഇൻകം സപ്പോർട്ട് വരുന്ന തൊഴിലാളികളുടെ എണ്ണം 14,000 മാറി. ഇപ്പൊ ഗവൺമെന്റ് ധനകാര്യ വകുപ്പിന് കൊടുത്തിട്ടുള്ള പ്രപ്പോസൽ എണ്ണം കുറഞ്ഞതുകൊണ്ട് നേരത്തെയുള്ള അലോക്കേഷൻ അനുസരിച്ച് ഇവരുടെ ഇൻകം സപ്പോർട്ട് നമുക്ക് വർദ്ധിപ്പിക്കും. കാരണം ഇപ്പോ 1000 രൂപ എണ്ണം കുറഞ്ഞ് 100 പേർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ആണെങ്കിൽ 10 രൂപ കൊടുക്കാൻ പോകുന്നത് 50 പേരായി കഴിഞ്ഞാൽ നേരെ ഇരട്ടി. അതേ അലോക്കേഷൻ സാമ്പത്തിക ബാധ്യത വരാതെ തന്നെ ഇൻകം സപ്പോർട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഫിനാൻസിലേക്ക് ഇപ്പോൾ നമ്മൾ വ്യവസായ വകുപ്പിന്റെ അഭിപ്രായം നൽകിയിട്ടുണ്ട്. യന്ത്രവൽക്കരണം അതിന്റെ പരിശീലനം മെച്ചപ്പെടുത്തി. 750 ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനുകളിൽ 466 നേരത്തെ പറഞ്ഞ മെഷീനറി കോർപ്പറേഷന്റെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി. പിന്നെ മാർക്കറ്റിങ്ങിന് പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം ഈ രംഗത്ത് നൽകുകയുണ്ടായി. ഖാദി ഇപ്പൊ വൈസ് ചെയർമാൻ അതിന്റെ കാര്യങ്ങളെല്ലാം വിസ്തീരിച്ച് കഴിഞ്ഞതുകൊണ്ട് ഖാദിയിലേക്ക് വരുന്നത്. ഖാദി നല്ലൊരു ബ്രാൻഡായി നമുക്ക് വല്ല നവീകരണത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. വളരെ അഗ്രസീവായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ നടത്താൻ ഖാദി ബോർഡിന് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. പുതിയ പുതിയ ബ്രാൻഡുകളെല്ലാം ഖാദി വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. കശുവണ്ടി മേഖലയിൽ ഇപ്പോ തുടർച്ചയായിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുക അല്ലെ. കഴിഞ്ഞ കുറെ കാലത്തിന് CSI എല്ലാ ആനുകൂല്യം കവർ ചെയ്യാവുന്ന തുടർച്ചയായി പണി ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. തോട്ടണ്ടി ഇറക്കുമതിക്ക് വേണ്ടി 334.31 കോടി രൂപയാണ് ക്യാഷ് ബോർഡ് രൂപീകരിച്ചതിന് ശേഷം മേഴ്സിക്കുട്ടിയമ്മ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ക്യാഷ് ബോർഡ് രൂപീകരിക്കുന്നത്. ആ ഘട്ടം മുതൽ ഇതുവരെ 334.31 കോടി രൂപ കശുവണ്ടി സംഭരിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. 93,774 മെട്രിക് ടൺ കശുവണ്ടിയാണ് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തു. ഗ്രാറ്റുവിറ്റി 84 കോടി രൂപ ഗ്രാറ്റുവിറ്റി വിതരണം ചെയ്തു തൊഴിലാളികളുടെ. ആദ്യമായിട്ടാണ് നമ്മൾ ഇവരുടെ കാഷ്യൂ മേഖലയിലുള്ള വ്യവസായികളുടെ താല്പര്യം സംരക്ഷിച്ചു. ഉദ്ദേശിച്ച അളവിൽ പൂർണ്ണമായിട്ടും പണം വിതരണം ചെയ്യാൻ നമ്മുടെ സാമ്പത്തിക പരിമിതി മുഴുവൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പുതിയ ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു. ആദ്യമായിട്ടാണ് തൊഴിലാളികളുടെ PF വിഹിതത്തിന്റെ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഗവൺമെന്റ് എടുത്തെടുത്തു. അതുപോലെ തന്നെ ആധുനികവൽക്കരണത്തിന് വേണ്ടി 5 കോടി രൂപ ഗവൺമെന്റ് വകയിരുത്തി. തൊഴിലാളികളുടെ സ്ത്രീ തൊഴിലാളികളുടെ തൊഴിലിടം കുറെ കൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന 5 കോടി സ്കീം അതിന്റെ നടപ്പിലാക്കി. ആധുനികവൽക്കരണം നടത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള വർക്കിംഗ് ക്യാപിറ്റലിന്റെ നിശ്ചിത ശതമാനം ഗവൺമെന്റ് ഏറ്റെടുത്തു. ക്യാപിറ്റൽ സബ്സിഡി എന്ന നിലയിൽ പ്രൈവറ്റ് കാഷ്യൂ കമ്പനികൾ തന്നെ മോഡേണൈസേഷൻ നടത്തുന്നതിന് ഗവൺമെന്റ് ഇൻസെന്റീവ് നൽകുന്ന സ്കീം അതിന്റെ ഭാഗമായിട്ടും ഏറ്റെടുത്തിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾക്ക് ഇത്തരത്തിലുള്ള സഹായം നൽകിയിട്ടുള്ളത്. ഇത് കൂടാതെ സർക്കാരിന്റെ പരിമിതികൾക്കകത്ത് നിന്ന് പരമാവധി OTS വഴി അവരുടെ ബാധ്യത അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ 10 കോടി രൂപ വരെ എടുത്ത ആളുകളാണെങ്കിൽ അവർക്ക് എടുത്ത തുകയുടെ നിശ്ചയ 60%, 2 കോടി വരെയാണെങ്കിൽ എടുത്ത വായ്പയുടെ മൊത്തം 50%. ആ രൂപത്തിൽ സ്കീം OTS ബാങ്കുകളുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കി. അതിൽ 2 പ്രശ്നമുണ്ട്. എല്ലാ ബാങ്കുകളിലും ഡയറക്ട് കൂടുതൽ അംഗീകരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ നല്ലൊരു വിഭാഗം വ്യവസായികൾക്കും ആ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു.
ചിലർക്ക് ആദ്യ ഗഡു അടച്ചതിന് ശേഷം ബാക്കി പണം കണ്ടെത്താൻ പറ്റാതെ വന്നപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത പ്രതിസന്ധി. പിന്നെ അവരുടെ ഒരു പരിശോധന വരും. എടുത്ത വായ്പ കശുവണ്ടി വ്യവസായത്തിന് തന്നെ ഉപയോഗിച്ചിരിക്കും. വായ്പ കശുവണ്ടിക്ക് എടുത്തിട്ട് ചിലപ്പോൾ വണ്ടി വാങ്ങി വീട് വെച്ചു, പാറ പണിതു. അങ്ങനെ വന്നാൽ അവരുടെ ഒരു ഫോറൻസിക് പരിശോധനയിൽ അത് ഈ ലോണായിട്ട് പരിഗണിക്കാതെ വരുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അവർ വീണ്ടും അത് നീട്ടണം എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ കടലാസിന് കോടതി പോയപ്പോൾ കോടതി ഇതിനൊരു വിലയില്ലാന്ന് പറഞ്ഞെങ്കിലും തുടർച്ചയായി ഇവർ വരുമ്പോ മന്ത്രിതല യോഗങ്ങളൊക്കെ വിളിച്ചിട്ടാണ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാംബു മേഖലയിൽ ഇപ്പോ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ബാംബു മിഷൻ ബാംബു തൊഴിലാളികളിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കി. ഡിസൈനിൽ അവർക്ക് കോഴ്സ് കൊടുക്കുകയാണ്. കൊയർ മേഖലയിൽ നമ്മൾ ആധുനിക ഡിസൈൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടുകൂടി കൊയർ മേഖലയിൽ എല്ലാ സംഘടനകളെയും ചേർത്ത് മോഡ്യൂൾ തയ്യാറാക്കി 600 രൂപ ദിവസം സ്റ്റൈപ്പൻഡ് കൊടുത്തിട്ട് തൊഴിലാളികൾക്ക് പരിശീലനം നൽകി. പരിശീലനം കിട്ടിയ തൊഴിലാളികൾ വെച്ചിട്ട് പുതിയ സൊസൈറ്റി ഉണ്ടാക്കി. ആ സൊസൈറ്റിയുടെ ഉൽപ്പന്നങ്ങൾ കൊയർ കോർപ്പറേഷൻ വാങ്ങി അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കുന്ന പദ്ധതി അവിടെ നടപ്പിലാക്കി. ഇപ്പൊ ബാംബു മേഖലയിലും തൊഴിലാളികളെ അത്തരത്തിലുള്ള പരിശീലനം ബാംബു മിഷൻ വഴി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിലും ഇൻക്യുബേഷൻ സെന്ററുകൾ ഇപ്പോ ബാംബു കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിക്കുന്നു. ബാംബു ബസാറുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രതിസന്ധി വല്ലാതെ നേരിടുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ഈ പരിമിതിക്കകത്തും ഇന്ന് കാലത്തിനനുസരിച്ച് എന്നാൽ പരമ്പരാഗത മേഖലയിലെ മൗലികത നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതാണ് സർക്കാർ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുകളുടെ നിർവഹണം ആദ്യഘട്ടത്തിലാണ്. ഇത് ഇതേപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അപ്പൊ ഇനി ഇവിടെ നടക്കേണ്ടത് വിഷയാവതരണമാണ്. വിഷയാവതരണം നടത്തുന്നത് മുൻ മന്ത്രി. അപ്പൊ ഇനി ഇവിടെ നടക്കേണ്ടത് വിഷയാവതരണമാണ്. വിഷയാവതരണം നടത്തുന്നത് മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയാണ്. അപ്പോ അവതരണം നടത്തുന്നവര് ഒരു 10 മിനിറ്റിനകം ഇത് ലിമിറ്റ് ചെയ്യണം. കാരണം സദസ്സിലുള്ള ആളുകൾക്ക് സംശയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം കൂടി കൊടുക്കണം. അതുകൊണ്ട് 10 മിനിറ്റിനകം ശേഷം കുറച്ചത് നിയന്ത്രണം ഏർപ്പെടുത്തണം. കാരണം ആളുകൾക്ക് സംശയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം കൂടി കൊടുക്കണം. അതുകൊണ്ട് 10 മിനിറ്റ് ശേഷം കുറച്ചത് നിയന്ത്രണം ഏർപ്പെടുത്തണം. പ്രിയപ്പെട്ട അധ്യക്ഷൻ വിജയരാജ് സാർ, ബഹുമാന്യായ മന്ത്രി സ്വരാജ് ഉദ്ഘാടനം ചെയ്തിട്ട് കഴിഞ്ഞു. അധ്യക്ഷ വേദിയിലുള്ള പ്രിയമുള്ളവരെ, സഹോദരി സാർമാരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യായ മന്ത്രി സ്വരാജ് ഉദ്ഘാടനം ചെയ്തിട്ട് കഴിഞ്ഞു. വിഷയാവതരണം ഒരു ദീർഘമായ അവതരണത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ഖാദിയെക്കുറിച്ച് അധ്യക്ഷൻ തന്നെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ദീർഘമായ ബഹുമാന്യായ മന്ത്രി ഇന്ന് നടപ്പിലാക്കുന്ന കാര്യത്തെക്കുറിച്ച് വിശദമായ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ചുരുക്കി റിപ്പോർട്ട് ചെയ്തു. ബഹുമാന്യായ മന്ത്രി മത്സ്യമേഖലാപ്പുറത്തൊരു സെമിനാർ നടക്കുന്നത് നിർഭാഗ്യവശാൽ രണ്ടും ഒരേ സമയത്താണ് വന്നത്. അപ്പൊ എനിക്ക് അവിടെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൂടി വന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ മേഖലാപ്പുറത്തൊരു സെമിനാർ. അപ്പോ മത്സ്യം അവിടെ പറയുന്നത് കൊണ്ട് അതിന്റെ ആ വിഷയം ഇവിടെ എടുക്കുന്നില്ല. പിന്നെ ഉള്ളത് കശുവണ്ടി, കൈത്തറി തുടങ്ങിയ മേഖലയാണ്. കൈത്തറിയും ഖാദി ഇവിടെ കവർ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ ഞാൻ കുറെ ഭാഗം ചെയ്തു. ഇപ്പൊ ഈ പരമ്പരാഗത വ്യവസായങ്ങൾ കശുവണ്ടി ആണെങ്കിലും കയറാണെങ്കിലും കൈത്തറി ആണെങ്കിലും ഖാദി ആണെങ്കിലും അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പരമ്പരാഗത തൊഴിലാണ്, തൊഴിൽ സുരക്ഷിതത്വമാണ്, ജീവിക്കാനുള്ള കൂലിയാണ്. മാന്യമായ കൂലിയല്ല, കുറഞ്ഞ പ്രധാനപ്പെട്ട നല്ല കൂലി എന്ന് പറയുന്ന വേറൊരു തലത്തിലാണ്. ലിവിംഗ് വേജ് മറ്റൊന്നും ഈ പരമ്പരാഗത മേഖല വരുന്നതേ ഉള്ള കൂലിയാണ്. ജീവിക്കാൻ ആവശ്യമായ മിനിമം കൂലി, ഇത് രണ്ടുമാണ് ഈ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. കശുവണ്ടി ഒരു 4 നൂറ്റാണ്ടിന്റെ പരിചയം മലയാളിക്കുണ്ടെങ്കിലും
ഒരു നൂറ്റാണ്ടായിട്ടുണ്ട് ഫാക്ടറി അടിസ്ഥാനത്തിൽ വ്യവസായം തുടങ്ങി. 1925 ആദ്യമായി കൊല്ലത്ത് ഒരു ഫാക്ടറി അടിസ്ഥാനത്തിൽ വ്യവസായം തുടങ്ങുന്നത്. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. അന്ന് മുതൽ തന്നെ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ നിർബന്ധിതരായ തൊഴിലാളി എന്ന നിലയിൽ തൊഴിലാളികളുടെ പോരാട്ടത്തിനും അക്കാലം തൊട്ടുള്ള ചരിത്രം തന്നെ 1960-കൾ എത്തുമ്പോഴേക്ക് 65-ലൊക്കെ തങ്ങളൂഞ്ഞു മുസ്ലിയാർ മരിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ 25 ഫാക്ടറി ഒറ്റയടിക്ക് അടച്ചുപൂട്ടിയത് വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടമാണ് കശുവണ്ടി വ്യവസായത്തിൽ അക്കാലം. അതിന്റെ ഭാഗമായിട്ടാണ് ഫാക്ടറി ഏറ്റെടുക്കണം എന്ന ഡിമാൻഡ് ഉന്നയിക്കുകയും ഫാക്ടറി ഏറ്റെടുക്കുക എന്നത് EMS സർക്കാരിന്റെ 67 ഐക്യമുന്നണി ഗവൺമെന്റ് കാലത്ത് 67-69 കാലത്ത് 69 ജൂലൈ മാസം ഫാക്ടറി ഏറ്റെടുക്കാൻ ഉത്തരവിട്ടു. അപ്പോഴേക്ക് ആ ഗവൺമെന്റ് പോയി. 70-ൽ വന്ന ശ്രീ അച്യുതമേനോൻ ഗവൺമെന്റ് 70 മെയ് മാസത്തിൽ ആദ്യത്തെ ഫാക്ടറി കുട്ടിയം 1-ാം നമ്പർ ഫാക്ടറി ഏറ്റെടുത്തു. അതിനുശേഷമുള്ള വലിയ പോരാട്ടങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, വിഷയം അന്നും ഇന്നും ഒന്ന് തന്നെയാണെന്ന് പറയാനാണ്. 1971 ഏപ്രിൽ മാസമാണ് കശുവണ്ടി തൊഴിലാളി പ്രശ്നം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് EMS അസംബ്ലിയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ഫാക്ടറി ഏറ്റെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, പട്ടിണിയാണ് തൊഴിലാളി, വ്യവസായം നടക്കുന്നില്ല, കൂലിയില്ല, കൊടിയ കൊള്ളയാണ്. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം പ്രമേയം അവതരിപ്പിക്കും. ആ പ്രമേയം ഏകകണ്ഠമായി പാസ്സാക്കി. ആ പ്രമേയം പാസ്സാക്കിയിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോനും അന്നത്തെ പ്രതിപക്ഷ നേതാവ് EM നമ്പൂതിരിപ്പാടും അന്ന് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ശ്രീ കരുണാകരനും 3 പേരും കൂടെ 71-ൽ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കാണും. ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ട് ഏകണ്ഠമായ പ്രമേയമാണ്. ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ട് ഈ വ്യവസായം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന നിവേദനമാണ്. ഇന്ദിരാഗാന്ധി അന്ന് അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് അവർ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപദേഷ്ടാവായിരുന്ന RV രാമന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ വെച്ചു. അതൊരു ചരിത്ര പ്രസിദ്ധമായ കമ്മീഷനാണ്. കശുവണ്ടി വ്യവസായത്തിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രേഖയാണ് രാമൻ കമ്മീഷൻ. ആ കമ്മീഷൻ പഠിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട 4 ശുപാർശകൾ. ഞാനത് പറയുന്നത് അത് തന്നെയാണ് ഇന്നത്തെ പ്രശ്നം എന്ന് പറയാനാണ്. അതിൽ ഒന്ന് ഗവൺമെന്റിന്റെ ശുപാർശയാണ്. ഇപ്പൊ എക്സ്പെർട്ട് കമ്മിറ്റി ശുപാർശ വേറെ തരത്തിലാണ്. അന്നത്തെ ഗവൺമെന്റിന്റെ ശുപാർശയാണ്. രാമൻ കമ്മീഷന്റെ ശുപാർശ ഒന്ന്, കുടിവെറുപ്പും നിയമനിഷേധവും തടയുക. കുടിവെറുപ്പും നിയമനിഷേധവും തടയുക. തമിഴ്നാട്ടിലേക്കുള്ള വ്യവസായത്തിന്റെ ഒഴുക്ക് തടയുക. രാമൻ കമ്മീഷന്റെ ശുപാർശയാണ്. സംഘടിതവും ക്രമീകൃതവുമായ രീതിയിൽ പുനഃസംഘടിപ്പിക്കുക. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നേതൃത്വപരമായി പങ്കുവയ്ക്കുക. 4 കാര്യങ്ങളാണ് അന്ന് KV രാമൻ കമ്മീഷൻ ശുപാർശ ചെയ്തത്. അതിന്റെ ഭാഗമായി കേന്ദ്ര ഇടപെടൽ നടത്തുക എന്നുള്ള ഭാഗമായി ഇറക്കുമതി ഗവൺമെന്റ് നേരിട്ട് STC രൂപീകരിക്കുന്നുണ്ട്. ഇറക്കുമതി തോട്ടേണ്ടി ഓരോ ഫാക്ടറിയുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യണമെന്നും അത് കിട്ടുന്ന ഫാക്ടറി ആ ഫാക്ടറിയുടെ പ്രോസസ് ചെയ്തില്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോയാൽ പിടിച്ചെടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്നത്തെ 70-കളിൽ ഗവൺമെന്റ് തീരുമാനമെടുത്തു. ഈ തരത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ എടുത്തു നോക്കി ഇന്നത്തെയും പ്രശ്നം തോട്ടന്റെ ലഭ്യതയാണ്, ഇന്നത്തെയും പ്രശ്നം നിയമനിഷേധമാണ്, ഇന്നത്തെയും പ്രശ്നം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ വ്യവസായം മറ്റു സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ തൊഴിലാളിക്ക് ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ വ്യവസായം തുടങ്ങി 100ാമത്തെ വർഷം എത്തുമ്പോൾ 100 വർഷം മുമ്പുള്ള അതേ പ്രശ്നം ഇന്നും തുടരുന്നു എന്നതാണ് കശുവണ്ടി വ്യവസായത്തിന്റെ പ്രശ്നം. ഏറ്റവും അധികം ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കുന്ന ഈ വ്യവസായം ഇന്ന് നേരിടുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ വേണ്ടത്ര തൊഴിൽ ദിനം തൊഴിലാളിക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല, അവരുടെ കൂലിയും ന്യായമായ തരത്തിൽ ലഭ്യമല്ല. ഇതിലാണ് കഴിഞ്ഞ ഗവൺമെന്റ് ഒരു കാഷ്യൂ ബോർഡ് എന്നൊക്കെ ഒരു രൂപീകരണം വന്നത്. അതിന്റെ തുടക്കഘട്ടത്തിൽ വ്യവസായിയായ ശ്രീ ബാബു അടക്കം അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു പോന്നു. എന്തായാലും ഇപ്പോഴും തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നത് അവരുടെ വഴിയാണ്, പക്ഷെ ആവശ്യമായി തോട്ടണ്ടി ലഭിക്കുന്നില്ല. ഇന്നത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ വ്യവസായത്തിൽ ഈ ഇന്ന് ഗവൺമെന്റിന്റെ നയം മാറി. 70-ൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് തന്നെ കമ്മീഷനെ വെക്കുന്നു, ചില ഇടപെടൽ നടത്തുന്നു. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ മേഖലയിൽ തൊഴിൽ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി തൊഴിൽ നൽകാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നു. തൊഴിലാളികളെ അടിമയാക്കുന്ന നയത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ബേസിക്കായി ഭരണകൂടത്തിന്റെ ഘടന മാറുന്നു.
ഏറ്റവും പിന്നണിയിൽ വരുന്ന വിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് രാഷ്ട്രം ഭരിക്കുന്ന ഭരണകൂടം പിന്മാറുമ്പോൾ കേരളത്തിൽ ഒരു ഇടതുപക്ഷ ബദൽ എന്ത് എന്നതാണ് ഇവിടുത്തെ ചർച്ച. അപ്പൊ അവിടെ പിന്മാറുമ്പോൾ ഇവിടുത്തെ ബദൽ എന്ന് പറയുന്നത് ഈ പരമ്പരാഗത മേഖല കയറാണെങ്കിലും കശുവണ്ടി ആണെങ്കിലും ഖാദി ആണെങ്കിലും കൈത്തറി ആണെങ്കിലും ഈ ലക്ഷക്കണക്കായി വരുന്ന തൊഴിലാളിക്ക് തൊഴിലും അവരുടെ മിനിമം കൂലി സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നതാണ് ബദൽ. ആ ബദലിലേക്കാണ് രാജീവ് ഇവിടെ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ ആ ബദലിലേക്ക് ഗവൺമെന്റ് ചെയ്യാൻ കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ നേരിടുന്നത് തോട്ടണ്ടിയുടെ ലഭ്യതയാണ്. ഇപ്പോ ഉൽപാദനം ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ എത്തിയാൽ കഴിഞ്ഞ 12-13 കാലത്തേക്കാൾ 23-24 എടുക്കുമ്പോൾ ലോകവ്യാപകമായി ഉൽപാദനം വർദ്ധിച്ചു. കേണലിന്റെ തോട്ടണ്ടിയുടെ പ്രോസസ്സിങ്ങും വർദ്ധിച്ചു. പക്ഷെ കേരളത്തിൽ മെക്കനൈസേഷൻ വന്നതോടുകൂടി നമ്മൾ മാർക്കറ്റിംഗിൽ ഒരു വലിയ വെല്ലുവിളി നേരിടുന്നു. എങ്ങനെ ഇതിനെ അതിജീവിക്കാം? അപ്പൊ ലഭ്യത ഉറപ്പാക്കാനുള്ള തോട്ടണ്ടി ഇറക്കുമതി കാഷ്യൂ ബോർഡ് എന്ന സംവിധാനം തന്നെ മതിയോ? അല്ല ഇന്ന് തുടരുന്ന കാഷ്യൂ ബോർഡ് ഇന്ന് തുടരുന്ന രീതി മതിയോ? അതോ നേരിട്ട് പ്രൊക്യൂർ ചെയ്യാൻ സ്വകാര്യ മുതലാളിമാരൊക്കെ ചെയ്യുന്നത് കണക്ക് പുറത്തേക്ക് മുൻകൂട്ടി ആളുകളെ വിശ്വസ്തരായി ഏത് കേട്ടാലും അഴിമതിയുടെ കാലമാണിത്, അഴിമതി രഹിതമായി നടത്താൻ സ്വകാര്യ മുതലാളിമാരും ആയി ചേർന്ന് ഒരു കൺസോഷ്യം പോലെ തോട്ടണ്ടി നേരിട്ട് വാങ്ങി ഗുണനിലവാരമുള്ള തോട്ടണ്ടി കാഷ്യൂ ബോർഡ് വഴി സംഭരിക്കാൻ കഴിയുമോ? ഒരു ബദൽ നിർദ്ദേശമായി വെക്കണം. ബാബു അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് ഞാൻ കാതോർക്കുകയാണ്. പക്ഷെ ഞാൻ അടുത്ത സമ്മേളനത്തിലേക്ക് പോകുന്നു. പറയുന്നത് കേൾക്കാം. അപ്പൊ ഈ തോട്ടണ്ടി വാങ്ങുന്ന കാര്യത്തിൽ വളരെ പ്രഗത്ഭരായ സ്വകാര്യ മുതലാളിമാർ കൊല്ലത്തുണ്ട്. അക്കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ഒരു വ്യവസായം എന്ന നിലയിലും ലക്ഷക്കണക്കായ തൊഴിലാളികളുടെ ഉപജീവന മാർഗം എന്ന നിലയിലും സ്വകാര്യ മുതലാളിമാരുടെ കൂടി നിലനിൽപ്പ് എന്ന നിലയിലും തോട്ടണ്ടി വാങ്ങുന്നതിൽ ഒരു മെത്തേഡ് കാഷ്യൂ ബോർഡ് നിൽക്കുമ്പോൾ തന്നെ ആ കാഷ്യൂ ബോർഡിന് ക്വാളിറ്റിയുള്ള തോട്ടണ്ടി ഫസ്റ്റ് ക്രോപ്പ് തന്നെ കിട്ടുന്ന കാര്യത്തിൽ ഒരു മെക്കാനിസം നടപ്പിലാക്കാൻ സ്വകാര്യ ഗവൺമെന്റ് സംവിധാനം എത്രത്തോളം തന്നെ കിട്ടുന്ന കാര്യത്തിലൊരു ബാബുവിന്റെ പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ള ഒരു ബദൽ. 2, ആധുനികവൽക്കരണം എന്ന് പറയുമ്പോൾ എല്ലാം ആധുനികവൽക്കരണം കൊണ്ട് ഇപ്പൊ മെക്കനൈസേഷൻ വന്നതിന്റെ ഭാഗമായിട്ട് ലാർജ് ക്വാണ്ടിറ്റി വരുന്നുണ്ട്, ക്വാളിറ്റിയിൽ വലിയ കുറവുണ്ട്. അതിന്റെ വിശദാംശം ഇവിടെ ഞാൻ പോകുന്നില്ല, അതിന്റെ ഒരു ആവശ്യമില്ല ഇപ്പം. പക്ഷെ അതൊരു വശത്ത് നടക്കട്ടെ. പക്ഷെ കേരളത്തിൽ നമ്മുടെ വ്യവസായം നടപ്പാക്കാൻ കൊല്ലത്തിന്റെ ബ്രാൻഡ്, ഇപ്പൊ നമ്മുടെ ഖാദി ബ്രാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച്, കയറ് ബ്രാൻഡ് ചെയ്യുന്നതാണ് ഈ 2ാം പുനഃസംഘടനാ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യം. കയർ കേരള എന്ന് ബ്രാൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ കാഷ്യൂവിന് നമ്മൾ കൊല്ലം കാഷ്യൂ എന്ന് ബ്രാൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ ഞാൻ കണക്ക് നോക്കിയപ്പോ അമേരിക്കയിലേക്കാൾ കൺസപ്ഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. 3 ലക്ഷത്തിൽ ചില്ലുവാനും കേണൽ ഇന്ത്യയിൽ കൺസപ്ഷൻ ഉണ്ട്. അമേരിക്കയിൽ അത് 1,22,000 മറ്റേ ഉള്ളു. അപ്പൊ 3 ഇരട്ടി ഇന്ത്യയിൽ കൺസപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ മാർക്കറ്റിങ്ങിന് നമ്മുടെ ക്വാളിറ്റിയെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കാഷ്യൂവിനെ ബ്രാൻഡ് ചെയ്യുക എന്നത് ഇനി അധികം താമസിയാതെ അതിവേഗം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ബദലിലെ ഒന്നാണ്. 2, നമ്മുടെ ടൂറിസം മൂല്യവർദ്ധിത ഉൽപ്പന്നം. ഇപ്പൊ നമ്മള് ചെയ്യുമ്പോ ഈ കാഷ്യൂവിന് ഭാവിയില്ല, ഇത് സൺസെറ്റ് വ്യവസായം ഒരു ചർച്ച ഒരു ഘട്ടത്തിൽ ബ്യൂറോക്രസി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞു. സൺസെറ്റ് വ്യവസായമല്ല, ഇതൊരു ഭക്ഷ്യോൽപ്പന്നം എന്ന നിലയിൽ ഭാവിയുണ്ട്. അതുമല്ല, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ഉൽപ്പന്നം എന്ന നിലയിൽ വലിയ ഭാവി വ്യവസായത്തിനുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് സൺസെറ്റ് എന്നുള്ളതല്ല, ഭാവി ഉണ്ട് എന്നത് നമുക്ക് അസേർട്ട് ചെയ്യാൻ ഇടത് ബദലിന് കൃത്യമായി കഴിയണം. മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണം. അത് ഇന്ന് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ, ഇവിടെ ഞാൻ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ, ഡിസ്കഷൻ നമുക്ക് തുടരേണ്ടതാണ്. അതുപോലെ സമയബന്ധിതമായി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യണം. ഇപ്പൊ പൊതുമേഖല ഈ രംഗത്ത് ഒരു തൊഴിലാളികളുടെ ആനുകൂല്യം സംരക്ഷിക്കാനുള്ള ഒരു ഓൾട്ടർനേറ്റീവാണ്. പൊതുമേഖലയ്ക്ക് തന്നെ കുറഞ്ഞത് 150, ഇന്ന് എല്ലാ പൊതുമേഖലയും പ്രവർത്തിക്കുന്നു, പക്ഷേ 150 ദിവസമെങ്കിലും കുറഞ്ഞത് തൊഴിൽ കൊടുത്താലേ അവരുടെ മാൻ പവർ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് നഷ്ടത്തിന്റെ തോത് കുറയ്ക്കാൻ പറ്റും. അപ്പൊ മാനേജ്മെന്റ് പ്രക്രിയയിൽ കൃത്യമായി തൊഴിൽ ദിനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കുക, പിടിച്ചു നിർത്തുക, തൊഴിലാളിയുടെ ആനുകൂല്യങ്ങളും മറ്റും സംരക്ഷിക്കുക എന്നതിൽ കൃത്യമായൊരു ബദൽ നമുക്ക് ഉണ്ടാകേണ്ടത്.
സ്വകാര്യ മുതലാളിമാർക്ക് നമുക്കറിയാം, തുടക്കത്തിൽ ഇത് 60കളിൽ 200 ഫാക്ടറി ഉണ്ടായിരുന്നുള്ളൂ. 80കൾ വന്നപ്പോൾ അത് 400 ഫാക്ടറിയായി. 90കൾ വന്നപ്പോൾ അത് 800-ലേറെയായി. ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി ലൈസൻസ് നിയന്ത്രണമില്ല, ആർക്കും എവിടെയും എങ്ങനെ തുടങ്ങാനായി. ഇന്ന് അതെല്ലാം പോയി ഒരു 150-200 ആർക്കും എവിടെയും 150-150-നകത്തല്ലേ ഉള്ളൂ. 150-നകത്തല്ലേ ഫാക്ടറി ആകുള്ളൂ. ഇപ്പൊ കശുവണ്ടി ഫാക്ടറികൾ ഇപ്പം അപ്പൊ 40 ഫാക്ടറി പൊതുമേഖലയിലാണ്, അത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ വർക്കിംഗ് ഡേയ്സ് പൂർണ്ണം 100-125 ഒക്കെ കഴിഞ്ഞ ഒന്നാം ഗവൺമെന്റ് കാലത്ത് 156 ഫാക്ടറി വരെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പൊ ഫാക്ടറി ഉണ്ട്. അപ്പൊ എന്തായാലും 100 എണ്ണമാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഈ 100 എണ്ണം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ അതില് 40 എണ്ണം ഒഴിച്ച് 60 എണ്ണം സ്വകാര്യ ഫാക്ടറി, അത് നന്നായി പ്രവർത്തിക്കുന്ന ഫാക്ടറികളാണ്. അവർക്കൊട്ടേറെ വെല്ലുവിളിയുണ്ട്. ഈ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം തുടരുന്ന നയം, കോർപ്പറേറ്റുകളുടെ വായ്പ കണ്ടമാനം എഴുതി തള്ളുമ്പോൾ ഇവിടെ അതിന് വളരെ റെസ്ട്രിക്ഷനാണ്. സർഫാസി ആക്ട് വെച്ച് ആളുകളുടെ എല്ലാം പിടിച്ചെടുക്കുന്ന ഒരു നയമുണ്ട്. അതിന്റെ ബദൽ കേരളത്തിൽ നടപ്പിലാക്കി. ഒന്നാം ഗവൺമെന്റ് തുടക്കം കുറിച്ചു, പലിശരഹിത വായ്പ കൊടുത്തു. രണ്ടാം ഗവൺമെന്റ് വായ്പയുടെ 50% വരെ എഴുതി തള്ളുന്ന നയം ചരിത്രത്തിൽ ആദ്യമായി സ്വീകരിച്ചു. കൂടാതെ തൊഴിലാളികളുടെ ബെനിഫിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റിന്റെ ഒരു ഘടകം ഗവൺമെന്റ് തന്നെ കൊടുക്കുക എന്നതിലേക്ക്, അത് മൊത്തം കൊടുക്കുന്നില്ല, 10 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന ഒരു പദ്ധതിയിലേക്ക് വന്നു. അതിനെ കുറച്ചുകൂടി വിപുലീകരിക്കണം, സ്വകാര്യ ഫാക്ടറികൾ നിന്നു പോകാൻ. ഇന്ന് 10-15 ഫാക്ടറി നടത്തുന്ന ഒരാൾക്ക് ഒരു ഫാക്ടറിക്ക് മാത്രമേ ഈ 10 ലക്ഷത്തിനകത്തുള്ള ലിമിറ്റ് ഉള്ളൂ. അത് ഇത്തിരി കൂടി വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ പ്രൊപ്പോസലായി. കുറച്ചുകൂടി എണ്ണം ഫാക്ടറികളെ കൂട്ടിക്കൊണ്ട് തൊഴിലാളികളുടെ കൂലിയും തൊഴിലും സംരക്ഷിക്കാനുള്ള ഇടപെടൽ നടത്തുക എന്നൊരു ബദൽ പ്രൊപ്പോസലിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ മുതലാളിമാർ തൊഴിലാളികളുടെ മിനിമം കൂലി ഉറപ്പാക്കി എന്ന തരത്തിലേക്ക് കാര്യം പോകേണ്ടതുണ്ട്. ഇത്രയുമാണ് ഞാൻ കശുവണ്ടിയുമായി ബന്ധപ്പെട്ട് സമ്മപ്പ് ചെയ്ത് പറയുകയാണ്. കയറിന്റെ രംഗത്ത്, കയറും കേരള രൂപീകരണത്തോടു കൂടിയാണ് കയറ് അന്ന് രണ്ടാമതാണ്. കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും അധികം തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖല കയറാണ്. കശുവണ്ടി പോലെ തന്നെയാണ്. ലക്ഷക്കണക്കായ 4 ലക്ഷം തൊഴിലാളിയാണ് അന്ന്. ഇന്ന് ഏകദേശം 1 ലക്ഷത്തിൽ താഴെ തൊഴിലാളികളാണ് കേരളത്തിൽ കയർ മേഖലയിൽ പണിയെടുക്കുന്നത്. ആ കയർ മേഖല ഇതുപോലെ കുറഞ്ഞ കൂലിക്ക് പണിയെടുത്തിരുന്ന ഒരു മേഖല എങ്ങനെ പുനഃസംഘടിപ്പിക്കാമെന്നതിന്റെ ഭാഗമായി സഹകരണ പ്രസ്ഥാനമാണ് അവിടെ കൂടുതൽ വന്നത്. ഇന്ന് പൊതുമേഖലാ സ്ഥാപനം ധാരാളമായിട്ടുണ്ട്. കയർഫെഡ്, സഹകരണ മേഖല, കയർ കോർപ്പറേഷൻ, കയർ മാറ്റ്, ഇങ്ങനെ തുടങ്ങി കുറേയധികം 4-5 കയർ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ കയർ മേഖലയിൽ നമ്മൾ വെക്കുന്ന ബദൽ രാജ്യത്തിന്റെ ആ പൊതുമേഖലയെ ശാക്തീകരിച്ചുകൊണ്ട് മാർക്കറ്റിംഗ്, നേരത്തെ ആദ്യകാലത്ത് 60കളിലൊക്കെ നമ്മൾ വെക്കുന്ന ബദൽ 2 മിനിറ്റ് കൂടി എടുത്തിട്ട് കയറിനൊരു ബദൽ മാർക്കറ്റ് എന്നത് പൊതുമേഖലയെ കൊണ്ട് കയറിന്റെ ഷോറൂം കയർഫെഡ് നേരിട്ട് നടത്തലല്ല, ഫ്രാഞ്ചൈസികൾ വഴി അത് വിപുലീകരിക്കണം. ഇന്ത്യയിൽ മാർക്കറ്റ് കണ്ടെത്തണം. ടൂറിസം ഈ കാഷ്യുവിന്റെയും കയറിന്റെയും മാർക്കറ്റിങ്ങിന് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള മെക്കാനിസം വിപുലീകരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി വിശദാംശങ്ങളൊക്കെ ഇക്കാര്യത്തിലുള്ളതാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ വളരെ നന്നായിട്ടൊരു ബദൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ കൂലിയും തൊഴിലും സംരക്ഷിക്കാനുള്ള സംവിധാനം എന്ന നിലയിൽ ഒരു ലാഭനഷ്ടത്തിന്റെ തോതിലല്ല പരമ്പരാഗത വ്യവസായത്തെ കാണേണ്ടത്. രാജ്യത്തിന്റെ സുരക്ഷ, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ സജീവ ഘടകങ്ങൾ എന്ന നിലയിൽ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നതുകൊണ്ട് ആ ബാധ്യതയെ സംരക്ഷിച്ചുകൊണ്ട് അതിനാവശ്യമായ ഇടപെടൽ എന്നതായിരിക്കണം ഇടതുപക്ഷ ബദൽ എന്ന് സൂചിപ്പിച്ചത് ഞാൻ വിഷയം. ആ ബാധ്യതയെ സംരക്ഷിച്ചുകൊണ്ട് അതിനാവശ്യമായ ഇടപെടൽ എന്നതായിരിക്കണം ഇടതുപക്ഷ ബദൽ ഞാൻ വിഷയം. ഇവിടെ ഘടകനും വിഷയം അവതരിപ്പിച്ച മേഴ്സിക്കുട്ടി അമ്മയും മറ്റുമെല്ലാം ഇവിടെ പറഞ്ഞ ഒരു കാര്യങ്ങളിലേക്കും കിടക്കാതെ വിഷയം ചില പോയിന്റുകൾ മാത്രം സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർ കൂടി സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് പറയാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. പോയിന്റുകൾ ഒന്ന്, AKG പഠന ഗവേഷണ കേന്ദ്രം നടത്തിയിട്ടുള്ള അന്തർദേശീയ പഠന കോൺഗ്രസുകളിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളെ ഭാവി കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് ഉപകരിക്കുന്ന രൂപത്തിലേക്ക് മാറ്റി എടുക്കാൻ, അല്ലെങ്കിൽ അത്തരം
പരിഗണനകൾ ലഭിച്ചത് കൊണ്ടുകൂടിയാണ് കേരളത്തിലെ ഇന്നത്തെ മാറ്റത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിട്ടുള്ളത്. ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിലും ഈ പഠന കോൺഗ്രസിലൂടെ ഉയർന്നു വരുന്ന വിഷയങ്ങളെ നമ്മുടെ മുന്നോട്ട് പോക്കിന് സഹായകരമായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പരമ്പരാഗത വ്യവസായ മേഖല എന്ന് പറയുന്നത്. അതിലാദ്യമേ തന്നെ എനിക്കൊരു നിർദ്ദേശം പറയാനുള്ളത്, ഇത് പല വകുപ്പുകളിലായിട്ട് കിടക്കുകയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുകയും എന്തെല്ലാം ചെയ്താലും ആ മേഖലയ്ക്ക് തൃപ്തി വരാതിരിക്കുകയും തൊഴിലാളികളിൽ അസംതൃപ്തി അനുദിനം ആളുകൾ കുത്തിവെക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് എന്ന് കണ്ടുകൊണ്ട് ഈ മേഖലയെല്ലാം കൂടി ചേർത്ത് ഒരു വകുപ്പ് പ്രത്യേകമായി ഉണ്ടാക്കി വകുപ്പിനൊരു മന്ത്രിയും വകുപ്പിനൊരു മേധാവിയും വരുന്നത് നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. എല്ലാ വകുപ്പിലും കൂടെ ഇട്ടുപിടിക്കേണ്ട കാര്യമുണ്ട്. ഒന്നാമത്തെ രണ്ട്, ഈ പരമ്പരാഗത വ്യവസായ മേഖല ഉൾപ്പെടെ നാം അതിൽ പ്രവർത്തിക്കുന്നവരും അതിനെ സ്നേഹിക്കുന്നവരും കാണേണ്ടത് ഇന്ന് എങ്ങനെ ഇരിക്കുന്നു, ഇതൊരു അന്തർദേശീയ പ്രാധാന്യമുള്ള മേഖല തന്നെയാണ്. അതിനെ സ്നേഹിക്കുന്നവരും നാളെ അതെങ്ങനെ ആയിരിക്കും എന്ന് കണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെല്ലാം ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ മേഖലയെ ബാധിക്കാൻ ഇടയുള്ളത് കണ്ട് മുൻകൂട്ടി അതിനെ പ്രതിരോധിക്കാനും അതിനനുസരണമായി ഉള്ള നടപടികൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയത് കൊണ്ടുകൂടിയാണ് ഈ മേഖലകളിൽ പല തിരിച്ചടികളുമായി വൈകി നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് വണ്ടി പോയിട്ട് കൈ കാണിക്കുന്നത് പോലെ ആയി പോകുന്നു പരമ്പരാഗത വ്യവസായ മേഖല. അതുകൊണ്ടൊരു വീക്ഷണത്തോടുകൂടി കുറച്ചു കാലത്തേക്ക് ഒരു 10 വർഷം പഞ്ചവത്സര പദ്ധതി പോലെ 5 വർഷം, ഒരു 10 വർഷത്തേക്ക് എങ്ങനെയായിരിക്കും ലോകത്ത് ഇതിന്റെ സാധ്യതകൾ, അടുത്ത ഒരു 10 വർഷത്തേക്ക് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഒരു 2 പഞ്ചവത്സര പദ്ധതി കാലത്തേക്കുള്ള പദ്ധതികൾ രൂപീകരിച്ച് ഒരു സ്ഥായിയായതല്ല അനുദിനമായി മാറ്റം വരുന്നതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് രണ്ടാമത്തെ നിർദ്ദേശം. മൂന്നാമത് കശുവണ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ പ്രശ്നത്തിനും രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. അത് നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമാണ്. കശുവണ്ടി മേഖലയ്ക്ക് വന്നുപെട്ട പ്രതിസന്ധി വ്യവസായികളായിട്ടുള്ള ആളുകൾ തൊഴിലാളികളെ കുറ്റം പറയുക, തൊഴിലാളി വ്യവസായിയെ കുറ്റം പറയുക, രാഷ്ട്രീയക്കാർ ഗവൺമെന്റിനെ കുറ്റം പറയുക. ഇതാണ് പലതും നടക്കുന്നത്. യഥാർത്ഥ കാര്യം ട്രേഡ് യൂണിയനുകൾ തൊഴിലാളിയെ പഠിപ്പിക്കുന്നില്ല. വ്യവസായികളെ സംബന്ധിച്ച് വ്യവസായികളെ ഗവൺമെന്റ് തമ്മിൽ ശരിയായിട്ടുള്ള ഒരു ചർച്ച വരാത്തതുകൊണ്ട് ഉത്തരവാദികൾ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കണ്ടെത്തി അവർക്ക് അവരുടെ നെഞ്ചിലേക്ക് വെടിവെക്കുന്ന രൂപത്തിലേക്കാണ് ഭാരതത്തിൽ പോകുന്നത്. ഇപ്പൊ കശുവണ്ടി മേഖലയിൽ വന്ന കാര്യം മാത്രം നമ്മൾ എടുത്താൽ ഈ ഇത്രയും ഗുണങ്ങളെല്ലാം പി രാജീവ് മന്ത്രി ചെയ്തപ്പോഴും എന്തുകൊണ്ട് ആ നേട്ടം മൊത്തം പ്രതിഫലിക്കുന്നില്ല എന്നത് രാഷ്ട്രീയമാണ്. ഇപ്പൊ പ്രതിസന്ധിയിലാവാൻ കാരണം മറ്റാരുമല്ല, തോട്ടണ്ടിക്ക് ലോകത്തൊരു രാജ്യവും പാവപ്പെട്ടവന്റെ ജോലി സമ്പന്നന്റെ ഭക്ഷണം, ഇതാണല്ലോ കശുവണ്ടിയെ കുറിച്ച് ഉച്ചരിച്ചിരിക്കുന്നത്. ഈ പാവപ്പെട്ടവന്റെ തൊഴിലാണെന്ന് കണ്ട് വിദേശത്തു നിന്ന് വരുന്ന തോട്ടണ്ടിയുടെ മുകളിൽ അധിക നികുതി കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോ തോട്ടണ്ടിയുടെ വില കൂടി, റാ മെറ്റീരിയൽസിന്റെ വില കൂടി. പരിപ്പിന് വില കിട്ടിയാൽ കുഴപ്പമില്ല, പരിപ്പ് സ്പെഷ്യൽ എക്കണോമിക് സോൺ വഴി ഇഷ്ടം പോലെ ഇറക്കുമതി ചെയ്യാനുള്ള നയം ഉദാരമാക്കി പരിപ്പിന്റെ വില ഇടിഞ്ഞു, തോട്ടണ്ടിയുടെ വില കൂടി, നഷ്ടമായി, വ്യവസായം കൂട്ടി. അതിന് വ്യവസായം കൂട്ടിയതിന്റെ മൊത്തം ഉത്തരവാദിത്തം വ്യവസായികളാണ്, തൊഴിലാളിക്കാണെന്ന് നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കേരളം ഒരു ബദൽ എന്ന് പറയുന്നത് ഇക്കാര്യം നേരിട്ടപ്പോ കേരള ഗവൺമെന്റ് വായ്പ എടുത്ത് വ്യവസായം നടത്തുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വീണ്ടും വീണ്ടും ബാങ്കുകളെ വായ്പ പുതുക്കാൻ വേണ്ടി ചെന്നപ്പോ റിസർവ് ബാങ്ക് ഒരു നയം തീരുമാനിച്ചു. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിൽ വായ്പ എടുക്കുന്ന ആളുകളുടെ MBA കൂടുതലാകയാൽ കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന് വായ്പയില്ല. അപ്പൊ പുനർവായ്പ എടുത്ത് ഇത് അടയ്ക്കാൻ കാത്തിരുന്ന ആളുകൾ അടയ്ക്കാൻ കഴിയാതെ വന്നപ്പോ സർഫാക്സി ആക്ട് ഇവരുടെ മേൽ പ്രയോഗിച്ചു. അങ്ങനെയാണ് 4 വ്യവസായികൾ കെട്ടിത്തൂങ്ങി ചത്തത് കേരള ഗവൺമെന്റിന്റെ കുറ്റമാണെന്നും വ്യവസായിയുടെ കുറ്റമാണെന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥ കാര്യം ആ കാര്യത്തിൽ കേരളത്തിന്റെ ബദൽ എന്താ?
വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വ്യവസായികൾക്ക് കൈത്താങ് എന്ന നിലയിൽ പലിശ ഇളവ് നേടിക്കൊടുക്കാനും പലിശയിൽ ഒരു ഭാഗം കൊടുത്ത് സഹായിക്കുകയും ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായിയെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ്. വ്യവസായം തുടർന്ന് നടത്തണം, വ്യവസായി രക്ഷപ്പെട്ടോട്ടെ എന്ന് മാത്രമല്ല, തൊഴിലാളിക്ക് ജീവിക്കണം. അതിനുവേണ്ടി വ്യവസായികൾക്ക് വരുന്ന ചെലവിൽ ഒരു ഭാഗം സംസ്ഥാന സർക്കാർ നൽകി വ്യവസായികളെ സഹായിച്ചു എന്നതും ഇന്ത്യയിലെ ആദ്യത്തെ നടപടിയാണ്, കേരളത്തിലെ ആദ്യത്തെയാണ്. ഉത്തരവാദി ആര്, ബദൽ നയം ആരുടേത് എന്നതിനെ സംബന്ധിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നുണ്ടോ, ചർച്ച ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമ്മൾ ആരോപണ പ്രത്യാരോപണം കൊണ്ട് മുഖമറ സൃഷ്ടിച്ച് യഥാർത്ഥ ഉത്തരവാദിയെ രക്ഷപ്പെടുകയും നമ്മൾ തന്നെ ഉത്തരവാദികളെ കണ്ടെത്തി വെടിവെക്കുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് ഇതിന്റെ യഥാർത്ഥ വസ്തു ആളുകളിലേക്ക് എത്താതെ പോകുന്നത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. നാലാമത്തെ കാര്യം, വ്യവസായം നടക്കണമെങ്കിൽ എന്ത് വേണം? റാ മെറ്റീരിയൽസ് വേണം. നമ്മൾ റാ മെറ്റീരിയൽസ് ആരുടെയാ കണ്ടത്? ആഫ്രിക്കക്കാരന്റെയും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലെയും കർഷകർ കശുമാവ് നട്ടുകൊള്ളും, അവന്റെ തോട്ടണ്ടി ഇങ്ങോട്ട് വന്നുകൊള്ളും. എല്ലാ കാലത്തും അവിടെ കൃഷി, ഇവിടെ വ്യവസായം. ലോകത്തിലെ ആദ്യ വ്യവസായം തുടങ്ങിയത് കേരളത്തിലാണ്, കൊല്ലത്താണ്. അതാണല്ലോ കൊല്ലത്തിന്റെ പാരമ്പര്യം. അന്ന് ലോകത്തൊരിടത്തും വ്യവസായമില്ല. ഇന്ന് ലോകത്തിന്റെ സ്ഥിതി, ഇന്ത്യക്ക് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പരിപ്പിന്റെ പരിപ്പിന്റെ 85% നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നിടത്ത് ഇന്ന് 85% വിയറ്റ്നാം എന്ന് പറയുന്ന കൊച്ചു രാഷ്ട്രം ഇന്ന് ഉൽപ്പാദിപ്പിച്ച് ലോകത്തുള്ള വിപണികളിൽ നിന്നെല്ലാം തോട്ടണ്ടി അവർ വാങ്ങി പ്രോസസ് ചെയ്യുന്നു. അവർ വാങ്ങി പ്രോസസ് ചെയ്യുന്നതിന്റെ രീതി എങ്ങനെയാണ്? യന്ത്രവൽക്കരണം പൂർണ്ണമായും അവർ നടപ്പിലാക്കി. ഗുണനിലവാരം കുറവാണ്. ഇതാരോട് പറയാനോ? വിലയിൽ കുറവുണ്ട്. വാങ്ങാൻ ചെല്ലുന്ന ഒരാള് വില നോക്കുമ്പോ കവറ് നല്ലതാണ്, ഇരിക്കുന്ന സാധനം ഗുണനിലവാരം ഇല്ലാത്തതാണ്, വില കുറവെങ്കിൽ വാങ്ങാൻ വരുന്ന ഗുണഭോക്താവ് വില കുറഞ്ഞതിനെ വാങ്ങാൻ തുടങ്ങി. ബിസ്ക്കറ്റ് ഉൾപ്പെടെ ഉത്പാദിപ്പിക്കുന്ന കമ്പനികളാകട്ടെ വിലക്കുറവുള്ളത് കൊണ്ട് ഗുണനിലവാരം കുറഞ്ഞ പരിപ്പ് അവൻ വാങ്ങി വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളിൽ ചേർക്കാൻ തുടങ്ങിയപ്പോ നമ്മുടെ പരിപ്പ് ഇപ്പോഴും ചുട്ടുതല്ലേ. നമ്മുടെ പരിപ്പ് ബാബുമാരിക്കുന്ന അത്രയും കാഷ്യൂ കോർപ്പറേഷന്റെ പരിപ്പിന്റെ അത്രയും കിരുങ്ങൂല. നമ്മൾ 10 പരിപ്പ് കയ്യിൽ വെച്ച് കിളിക്കുക, ഒരു കുപ്പിവള കയ്യിലിട്ടുകൊണ്ട് പോകുന്ന ഒരു സ്ത്രീ ആ കയ്യിൽ കിടക്കുന്ന കുപ്പിവള കിളിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണ് നമ്മുടെ പരിപ്പ് കയ്യിലിട്ടാൽ. അതിപ്പോ വിയറ്റ്നാമുകാരന്റെ പരിപ്പ് കയ്യിലിട്ട് കിളിക്കുക, അത് കയ്യിൽ നിന്ന് ഓരോന്നോരോന്ന് ഇറന്ന് വീഴും എന്നുള്ളതല്ലാതെ ശബ്ദം വീഴും. നാടൻ കോഴിയും ഇറച്ചി കോഴിയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ പരിപ്പിനുണ്ട്. ചുട്ടു തല്ലിയാണ് ഇതുകൂടി. ഇത് വിദേശത്തുമെല്ലാം നല്ല ഡിമാൻഡ് ഇതിനുണ്ടെങ്കിലും വിലയിൽ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് ഇത് കുറയുന്നു. അതുകൊണ്ട് മൈക്ക് കയ്യിലെടുക്കുന്നുണ്ട്. സാധാരണ ഒരാൾ മൈക്ക് കയ്യിലെടുക്കുന്നതിന് മുമ്പേ നിർത്താൻ പരിശ്രമിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു 1.5 മിനിറ്റ് കേട്ടോ, അത്രയൊക്കെ ക്ഷമിക്കാമല്ലോ. ഞാനാണ് ഈ കുഴപ്പം ഉണ്ടാക്കിയത്, ഞാനാണ്. അത്യാവശ്യമോടെ ഞാൻ പറയും സമയം നിശ്ചയിച്ചിലേക്ക് അത് എനിക്ക് തന്നെ ആപ്പായി യഥാർത്ഥ കുഴപ്പമില്ല. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയല്ല. അതുകൊണ്ട് പൊതുമേഖല, സ്വകാര്യ മേഖല, കശുവണ്ടി, മറ്റു മേഖലയെ കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞു. ഇപ്പൊ ജയരാജ് സാബ് കൈത്തറിയെ കുറിച്ച് പറഞ്ഞതിന്റെ മുകളിൽ ഞാൻ പറയുന്ന കാര്യമില്ല. അതെ, ഇനിതാ കൂടിയിരിക്കുന്ന കയറ് അദ്ദേഹത്തിന്റെ അത്രയും ഡോക്ടറേറ്റ് എടുത്ത ആളല്ലല്ലോ നമ്മൾ. കശുവണ്ടിയെ കുറിച്ചാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ അറിയാം. നമ്മളെ ഇരിക്കുകയാണ്. അതുകൊണ്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് മറ്റുമെല്ലാം കമ്പോളത്തിൽ ഇറക്കി ഒറ്റ കാര്യമുള്ളൂ. അതുകൊണ്ട് ചേർത്തില്ലെങ്കിലും നമുക്ക് ആവശ്യമായ റാ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ കശുവണ്ടി മേഖല പറ്റും. ഉത്തരവുണ്ട്. ഇപ്പൊ അൽക്കേഷ്യ യൂക്കാലി ഇതാവശ്യം പോലെ സോഷ്യൽ ഫോറസ്റ്റ് കണ്ടുപിടിക്കും. അപ്പോഴാണ് ഭൂഗർഭ ജലത ഊറ്റുന്നതാണ് ഇത് രണ്ടുമെന്ന് കണ്ട് മാറ്റാൻ തുടങ്ങി. നമ്മൾ ഇടപെട്ടു. വനവൽക്കരണം നടക്കും. ഈ പഴവർഗ്ഗങ്ങളിൽ കശുവണ്ടി കൂടി കൃഷി ചെയ്തെടുക്കുന്ന നില വന്നാൽ വനവും നിലനിൽക്കും, കശുവണ്ടി കിട്ടുകയും ചെയ്യും. അപ്പൊ സോഷ്യൽ ഫോറസ്റ്റിയെ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിച്ചുകൂടെ കൊണ്ടുവന്നാൽ നല്ല നിലയിലായിരിക്കും. ഈ സർക്കാർ പരമ്പരാഗത വ്യവസായ മേഖലയോടും പാവപ്പെട്ട 95% സ്ത്രീകളും അതിൽ 63% ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുമാണ് എന്നതുകൊണ്ട് ആധുനിക വ്യവസായത്തെ സംരക്ഷിക്കുന്നത് പോലെ അല്ല, ലക്ഷക്കണക്കിന് വരുന്ന പാവങ്ങളുടെ സംരക്ഷണത്തിനാണ്
എന്ന് കണ്ട് ഏറ്റവും പ്രാധാന്യം നൽകി പദ്ധതികൾ ആവിഷ്കരിച്ച് കേന്ദ്ര നയത്തെ പ്രതിരോധിച്ച് നട്ടല് നിവർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന രൂപത്തിലേക്ക് പഠന കോൺഗ്രസിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. കണ്ട് ഏറ്റവും പ്രാധാന്യം നൽകി പദ്ധതികൾ ആവിഷ്കരിച്ച് നട്ടല് നിവർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന രൂപത്തിലേക്ക് പഠന കോൺഗ്രസിൽ ഒരു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രതീക്ഷയോടുകൂടി അപ്പോ ഇതില് ഒരു അറിയിപ്പ് ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങളെ പറ്റി അവതരിപ്പിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് എഴുതി തന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതുകൊണ്ടുള്ള പ്രതികരണം ഇവിടെ അവതരിപ്പിക്കാനാണ്. വൈൻഡപ്പ് ചെയ്യാന്നുള്ള ഒരു തിരക്കിലാണ് അധ്യക്ഷൻ ഇരിക്കുന്നത് മനസ്സിലായിക്കൊണ്ട് ഞാൻ ഇതിന്റെ സമയബന്ധിതമായി പറയാം. കയർ വ്യവസായവുമായി ബന്ധപ്പെട്ടൊരു രേഖ ഞാൻ കൊടുത്തിട്ടുണ്ട്. തോമസോടെ വെബ്സൈറ്റ് വരുമല്ലോ, അത് വെബ്സൈറ്റിൽ വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ആവർത്തനങ്ങളിലേക്ക് ഇടപെടുന്നില്ല. പക്ഷെ ഈ ചരിത്ര പഠന കോൺഗ്രസിന്റെ സംഘാടകരോട് ആദ്യം ഈ പരമ്പരാഗത വ്യവസായത്തിലെ പട്ടിണിക്കാർക്ക് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം മറ്റിതര മേഖലകളോടൊപ്പം ഏതാണ്ട് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ മേഖലയെ സംബന്ധിച്ച് പരിശോധിക്കാൻ തയ്യാറായി എന്നത് തന്നെയാണ് അതിന്റെ കാരണം. ഞാൻ ചില ഈ കയർ വ്യവസായത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും ഇപ്പൊ പറയുന്നില്ല, അതിന്റെ രേഖയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1859 കയർ വ്യവസായം ആരംഭിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോ എത്തി നിൽക്കുമ്പോൾ ഇതിനോട് നമ്മൾ എങ്ങനെ സമീപിക്കണം? എല്ലാ പരമ്പരാഗത വ്യവസായങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും: ശാസ്ത്രം വളരുകയും മനുഷ്യന്റെ ബുദ്ധിശക്തി പ്രവർത്തിക്കുന്ന കാലത്തോളം ശാസ്ത്രം വളരും. ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് സമാന്തരമായി സാങ്കേതിക വിദ്യ വികസിക്കും. സാങ്കേതിക വിദ്യ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും പഴയ സാങ്കേതിക വിദ്യയും ആ സാങ്കേതിക വിദ്യ കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളും ഔട്ട് ഓഫ് മാർക്കറ്റ് ആയിരിക്കും. ഈ തത്വത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പരമ്പരാഗത വ്യവസായത്തെ കാണേണ്ടത്. അങ്ങനെ കയർ വ്യവസായത്തെ നിങ്ങൾ കാണുമ്പോൾ, നമ്മൾ സമീപിക്കുമ്പോൾ എനിക്ക് എന്റെ പരിമിതമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. ബാക്കിയൊക്കെ ആ രേഖയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ കയർ വ്യവസായത്തെ സമൂലമായി നവീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തിലെ കയർ വ്യവസായം ഇന്ന് പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സഹകരണ മേഖലയിലാണ്. ഉത്പാദന മേഖലയിൽ മാത്രമാണ് സ്വകാര്യ മേഖല ഇന്ന് നിലനിൽക്കുന്നത് എന്ന് പറയാൻ കഴിയും. സംസാരിക്കും. അവിടെ ആണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. 80% സ്ത്രീകൾ പണിയെടുക്കുന്ന മേഖല, ഉത്പാദന മേഖലയിൽ അവിടുത്തെ ആ വ്യവസായത്തെ എങ്ങനെ നിലനിർത്താൻ കഴിയും? അവിടെയാണ് പുതിയ ടെക്നോളജിയുടെ ആവശ്യകത വരുന്നത്. ടെക്നോളജിയുടെ ആവശ്യകത വരുമ്പോൾ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ, പുതിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. എപ്പോഴും പരസഹായം കൂടാതെ നിൽക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ പരമ്പരാഗത വ്യവസായം. ആ പരസഹായം എന്ന് ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം സർക്കാർ സഹായം. അവിടെ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പുതിയ തലമുറ ഈ വ്യവസായത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയും. കയറിന്റെ ഉത്പാദന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഈ കയർ മേഖലയിൽ വരുമ്പോൾ സായികുമാറിന്റെ മുമ്പിൽ ഇരുമ്പോൾ 6 പേരാണ് ഒരു കയർ ഉത്പാദിപ്പിക്കുന്നതിന് അധ്വാനിക്കേണ്ടി വരുന്നത്. 6 ആൾ, 2 തൊണ്ടുതല്ലുകാർ, ഒരു റാട്ടുകറക്കുകാരി, 2 കയർ വിരിക്കാർ, അല്ലെ? ഇപ്പോഴോ ഒരാളുണ്ടെങ്കിൽ കയർ വിരിക്കും. പക്ഷെ പ്രശ്നം എന്താ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കയർ ഉത്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ എന്റെ സുഹൃത്തിന്റെ ഉൽപ്പന്ന മേഖലയെ ദോഷകരമായി കമ്പോളത്തിൽ ബാധിക്കാതെ തൊഴിലാളിക്ക് മെച്ചപ്പെട്ട വരുമാനം ഉണ്ടായി. അനിയന്ത്രിതമായി കൂലി വർദ്ധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കയറിന്റെ വില വർദ്ധിക്കും. കയറിന്റെ വില വർദ്ധിച്ചാൽ അത് പ്രതിഫലിക്കുന്നത് ഉൽപ്പന്ന രംഗത്താണ്. ഉൽപ്പന്ന രംഗത്ത് അമിതമായി വില വർദ്ധിച്ചു കഴിഞ്ഞാൽ വേൾഡ് മാർക്കറ്റിലെ കോമ്പറ്റീഷനിൽ കേരളത്തിന്റെ കയർ ഉൽപ്പന്നം പിന്തള്ളപ്പെടും. അപ്പൊ അവിടെ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ പ്രായോഗികമായ സമീപനം. നമ്മൾ നടപ്പിലാക്കുന്ന യന്ത്രവൽക്കരണം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കയർ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നതാവണം. അങ്ങനെ വരുമ്പോൾ തൊഴിലാളിക്ക് മെച്ചപ്പെട്ട കൂലി കിട്ടും. കേരളത്തിന്റെ കയർ ഉൽപ്പന്നം അത്തരം യന്ത്രങ്ങൾ രംഗത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നടപ്പിലാക്കിയ ദൗർഭാഗ്യവശാൽ നമ്മൾ നടപ്പിലാക്കിയ യന്ത്രവൽക്കരണം അത്തരത്തിലുള്ള ലക്ഷ്യപ്രാപ്തിയിൽ കഴിഞ്ഞിട്ടില്ല എന്നത് വേദനാജനകമായി പറയാതിരിക്കാൻ കഴിയും. എന്റെ സംഘത്തിലെ യന്ത്രത്തിൽ ഉത്പാദിപ്പിക്കുന്നത് ഒരു 45-50 കിലോ കയറാണെങ്കിൽ നമ്മൾ നടപ്പിലാക്കിയ 80 മുതൽ 90 വരെ കയർ ഉത്പാദിപ്പിക്കുന്ന യന്ത്രങ്ങൾ കമ്പോളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. 1 കിലോ കയർ ഉത്പാദിപ്പിക്കാൻ 10 രൂപ കൂലി കിട്ടുമെങ്കിൽ
ആ ഉൽപാദനം വർദ്ധിക്കുന്നതനുസരിച്ച് തൊഴിലാളിയുടെ വരുമാനവും വർദ്ധിച്ചിരിക്കുന്നത്. അത് ഞാൻ ചുരുക്കി പറയുന്നത്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ആധുനികവൽക്കരണം, യന്ത്രവൽക്കരണം കയർവിരി മേഖലയിൽ ഉണ്ടാവണം. യാദൃച്ഛികമായി ഉണ്ടാകത്തില്ല, ബോധപൂർവമായ ഇടപെടൽ ഉണ്ടാവണം. കയർവിരി സംഘങ്ങൾക്ക് അതിനാവശ്യമായ സഹായം ചെയ്യാൻ ഒറ്റത്തവണ എന്ന തരത്തിൽ സർക്കാരുകൾ തയ്യാറാവണം. അതിനുള്ള സമീപനം ഉണ്ടാവണം. കയർ സഹകരണ സംഘങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഗുണനിലവാരമുള്ളതും ന്യായവിലയ്ക്കും ആവശ്യാനുസരണമായ ചകിരി ലഭിക്കുന്നില്ല എന്നതാണ്. ചകിരി ഉണ്ടെങ്കിലല്ലേ കയറുണ്ടാക്കാം. നമ്മൾ ഇതൊന്ന് നമ്മളിപ്പോ ഐസക് സാറ് കയർ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ സായികുമാർ കയർ ഫെഡിന്റെ, ഞാൻ കയർ കോർപ്പറേഷന്റെ ചെയർമാൻ. വടക്കേ മലബാറിൽ 50% സബ്സിഡി കൊടുത്ത് കുറച്ച് തൊണ്ടുതല്ല് മില്ലുണ്ടാക്കി. എന്താ സ്ഥിതി? ആ മില്ലിലെ അവൾ കിട്ടുന്ന തൊണ്ട് ഒന്നടിച്ച് ചതച്ചിട്ട് തമിഴ്നാട്ടിൽ കൊടുക്കുന്നു. അല്ല, മനസ്സിലായി? നമുക്ക് കഴിയില്ല. അവിടെയാണ് ഈ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്. 50% സർക്കാർ സബ്സിഡി കൊടുത്ത് സ്ഥാപിച്ച മില്ലുകൾ തൊണ്ട് കിട്ടിയിട്ട് 2 ചതച്ചടച്ച് ആ വ്യവസായവുമായി ബന്ധപ്പെട്ടവരെന്ന് അറിയാവുന്നതാണ് ഞാൻ പറയുന്നത്. ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ലോഡ് ചെയ്യാൻ പറ്റും. അവിടെയാണ് നേരെ തമിഴ്നാട്ടിലും കഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ചകിരിയില്ല. അപ്പൊ ചകിരി കിട്ടും. ഇപ്പൊ ഒരു ഫൈബർ ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. തൊണ്ട് കിട്ടിയിട്ട് പിന്നെ ഇങ്ങനെ അതിന് വേണ്ടിയുള്ള പൈസ പൈസ KMML കടമെടുത്തു. അതിന്റെ ബോർഡിന് രാത്രി തന്നെ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അത് തുടങ്ങുകയാണ്, ഒരു പരീക്ഷണമാണ്. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, കയർഫെഡിൽ നിന്നും സായികുമാർ ചെയർമാനായിരിക്കുമ്പോൾ ചകിരി വാങ്ങിക്കൊണ്ടുപോയതും പ്രവർത്തന മൂലധന തരത്തിൽ കാശ് വാങ്ങിക്കൊണ്ടുപോയതുമായി 93 സംഘക്കാരെ കാണാൻ ഈ ചകിരി ഉപയോഗിച്ച് കയറുണ്ടാക്കി തമിഴ്നാട്ടിൽ കൊടുത്ത് കാശ് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മളത് വ്യവസായത്തിലെ പ്രശ്നങ്ങൾ ഞാൻ അത് പച്ചയായിട്ട് അവതരിപ്പിക്കുക. ചകിരി കൊണ്ട് കയർ ഉത്പാദിപ്പിച്ച് കയർ ഫണ്ടിന് നൽകേണ്ട സ്ഥാനത്ത് ആ കയറ് കൊണ്ട് ചകിരി ഉണ്ടാക്കി തമിഴ്നാട്ടിൽ കൊടുത്ത് കാശ് മേടിക്കുക. ആ 83 സംഘങ്ങൾക്ക് നടപടി നടത്താൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണ്ടേ? ചകിരി കൊടുക്കുന്നു, കയറുണ്ടാക്കുന്നു, കയർ ഫണ്ടി വരുന്നു, ചകിരിയുടെ വില കഴിച്ചുള്ള പൈസ കയർ ഫണ്ട് കൊടുക്കുന്നു. ഇതായിരുന്നു സ്കീം. അവിടെയാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. മൈൻഡ് സെറ്റിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു ചില കാര്യങ്ങളിൽ. ചുരുക്കി ദീർഘിപ്പിക്കുന്നില്ല. കയർ സഹകരണ സംഘങ്ങൾക്ക് കയർ ഉത്പാദനത്തിനും തൊഴിലാളികളുടെ കൂലി സമയബന്ധിതമായും കിട്ടണം. കണ്ട് 15 കോടി രൂപ കൊടുക്കാനുണ്ട്. ഞാനിപ്പോ കയർപ്പെട്ട് 15 കോടി രൂപ കയറുവില കൊടുക്കാനുണ്ട്. 15 കോടി കുറുപ്പിയാണ് ചിരിക്കുന്നത്. 15 കോടി രൂപ കൊടുക്കുന്ന എന്തിനു വേണ്ടിയാ? ഈ കയറ് ഒന്നിന്റെ കാശ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 100 രൂപയുടെ കയറ് വാങ്ങിച്ചാൽ 85 രൂപ 15% വില കുറച്ചാണ് വിൽക്കുന്നത് ഉൽപ്പന്ന മേഖലയ്ക്ക് വേണ്ടി. അപ്പൊ അവിടെയാണ് ഈ വില വ്യതിയാനത്തിന്റെ പ്രശ്നം. അതിന് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടാണ് ഈ ഗവൺമെന്റ് കരുതുന്നത്. ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് സമയബന്ധിതമായി കിട്ടാതിരിക്കുന്നതാണ് കയർ തൊഴിലാളികളുടെ സംഘങ്ങൾക്ക് കൃത്യമായി കയർ വില കൊടുക്കാൻ പറ്റാതെ വരുന്നത്. കയർഫെഡ് ലാഭത്തിലല്ല പ്രവർത്തിക്കുന്നത്. 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന കയർ 85 രൂപ സബ്സിഡിയാണ്. ഈ 100 രൂപയുടെ സാധനം. അപ്പൊ ആ 15 രൂപ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടിൽ ഗവൺമെന്റ് തരികയാണ്. ഗവൺമെന്റ് കാലാകാലങ്ങളിൽ തരുന്ന കയർഫെഡ് ഇപ്പോൾ ഒരു 13 കോടി രൂപ. അപ്പൊ അത് സമയബന്ധിതമായി കിട്ടുക എന്ന സ്ഥിതി ഉണ്ടാവണം. മറ്റൊന്ന് 100 രൂപയുടെ സാധനം. അപ്പൊ ആ 15 രൂപ അന്യ സംസ്ഥാനത്തു നിന്നും നമ്മുടെ കയർ മേഖല നേരിടുന്ന വെല്ലുവിളി. നേരത്തെ ഇത് എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ടിലായിരുന്നു ഈ ഇത് കൊണ്ടുണ്ടായിരുന്നു. കൊണ്ടുപിടിക്കാൻ പോവുക, പോലീസുകാർ കൂടെ വരിക, പെർമിറ്റ് കൊടുക്കുക, അങ്ങനെയായിരുന്നു അന്നത്തെ സ്ഥിതി. ഇന്നതല്ല. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് തൊണ്ട് തമിഴ്നാട്ടിൽ പോകുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ അന്യ സംസ്ഥാനത്തു നിന്നും എല്ലാ ആനുകൂല്യങ്ങളും കയർ ബോർഡ് ഇപ്പൊ കൊടുക്കുന്നത് അന്യ കേരളത്തിലില്ല. ആകെയുള്ള ഒരു ആനുകൂല്യം നിലനിൽക്കുന്നത് മാർക്കറ്റ് ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന വിപണി വികസനത്തിന് വേണ്ടിയുള്ള ഒരു സഹായമാണ് NDA. 50% സംസ്ഥാന സർക്കാരും 50% കേന്ദ്ര ഗവൺമെന്റ് നൽകുക എന്നതാണ് വ്യവസ്ഥ. കഴിഞ്ഞ 4 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് നയാ പൈസ ഈ സംസ്ഥാന സർക്കാർ തരുന്ന 10 കോടിയോളം രൂപ വെച്ചാണ് ഈ സർക്കസ് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പഠന കോൺഗ്രസിന്റെ മുന്നിൽ വെക്കാനുള്ള നിർദ്ദേശം, മാർക്കറ്റ് ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് കേന്ദ്ര ഗവൺമെന്റിനെ പ്രതീക്ഷിച്ചിരിക്കാതെ സംസ്ഥാന ഗവൺമെന്റ് അതൊന്ന് വർദ്ധിപ്പിക്കുന്നത് തയ്യാറാണെന്ന ഒരു നിർദ്ദേശമാണ് എനിക്ക്
മറ്റൊന്ന് ഈ പൊതുമേഖലാ സ്ഥാപനം ഇപ്പം 2 സ്ഥാപനങ്ങൾ ലയിപ്പിക്കുന്നു. അതിന്റെ എല്ലാത്തിനും ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ അതിനോട് സമീപിക്കണം, സഹായിക്കാൻ സർക്കാർ തയ്യാറാവണം. മറ്റൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനസംരക്ഷണത്തിന്. അത് പറയുമ്പോൾ ഏറ്റവും അവസാനം ഞാൻ അപ്രിയമായ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ഈ ത്രിതല പഞ്ചായത്തുകൾക്ക് ജിയോ ടെക്സ്റ്റൈൽസ് കൊടുക്കുമ്പോൾ അതുകൊണ്ട് അത് പഞ്ചായത്തുകളെ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ 4 കോടി രൂപ 4 കോടി 50 ലക്ഷം രൂപ കയർപ്പെട്ടിന് കിട്ടുന്നത് ഞങ്ങൾ വലപ്പാ കൊടുത്തതാണ്. പക്ഷെ ഈ വലപ്പായി ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഫോളോ അപ്പ് ഉണ്ട്. ഗ്രാസ് വെക്കണം, അത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഗ്രാസ് പിന്നെ അതിന്റെ ഈ വലപ്പായി ഗ്രാസ് പിടിച്ച് അത് അതിന്റെ വേര് വളരെ പിടിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് കുറച്ച് ഇവിടെ വലപ്പാ മേടിച്ചോണ്ട് പോകും, തോട്ടിന്റെയും കരയ്ക്ക് ഇത് വിരിക്കും, പിന്നെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കത്തില്ല, ഇത് അവിടെ കിടന്ന് നശിക്കും. അവിടെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം അത് അവസാനം പോയിട്ട് ഇറക്കി ചേർത്തെന്ന് പറയാം, കയർ വകുപ്പ് പുനഃസംഘടിപ്പിക്കണം. 2000 ക്വിന്റൽ കയർ ഉത്പാദിപ്പിക്കുന്നത് 40 ജീവനക്കാരാണ്. പ്രൊജക്ട് ഓഫീസർ, അസിസ്റ്റന്റ് ഇൻചാർജ്, യൂഡി ക്ലാർക്ക്, LD ക്ലാർക്ക്, കയർ ഇൻസ്പെക്ടർ, അതിന്റെ താഴെ അതേസമയം ഫീൽഡ് അസിസ്റ്റന്റ്, പിന്നെ ക്ലാർക്ക്, പിന്നെ ഓഫീസ് അസിസ്റ്റന്റ്. ഇവർക്കൊരു വണ്ടി. ആകെ ഉത്പാദിപ്പിക്കുന്ന കയറത്ര ആ പ്രൊജക്ടിന്റെ കീഴിൽ 2000 ക്വിന്റൽ. അതാണ് കയർ. അത് ഇവര് പോവോ? ഏതെങ്കിലും പഞ്ചായത്ത് മേടിച്ച ഈ ഭൂവസ്ത്രം വിരിച്ചതിന് ശേഷം ഗ്രാസ് ഇട്ടോ, സീഡ് ഇട്ടോ, വെള്ളം അടിക്കുന്നുണ്ടോ? ആഫീസ് വരുന്ന എന്തിനാന്ന് ഞാൻ ഇങ്ങനൊരു യോഗത്തിൽ പറയുന്നത് തെറ്റായതുകൊണ്ട് ഞാൻ പറയുന്നു. കയർ വകുപ്പ് പുനഃസംഘടിപ്പിക്കണം. ഈ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്ന രൂപത്തിൽ എണ്ണം കുറയ്ക്കണം. വെള്ളം അടിക്കുന്നുണ്ടോ? മറ്റൊന്ന് ചകിരിച്ചോറിന്റെ കാര്യം ഗവൺമെന്റ് ഇപ്പൊ ബഡ്ജറ്റിൽ കൊള്ളിച്ചിട്ടുണ്ട്. അടുക്കള മാലിന്യങ്ങളുടെ കാര്യങ്ങളിലും. പിന്നെ ഞങ്ങളൊരു വളം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ പ്രോജക്റ്റ് കൊടുക്കിലാക്കി. ഇനോക്കുലം എന്ന് പറഞ്ഞൊരു വളം ഞങ്ങൾ പ്രോജക്ട് അടിസ്ഥാനത്തിൽ കൊടുത്തു. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ 90 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചിട്ട് 1 കോടി രൂപ പോലും അത് നമ്മുടെ ബഹുമാനപ്പെട്ട നിരവധി കത്തുകളിൽ ബന്ധപ്പെടുത്താവുന്നവരെ എല്ലാം കൊണ്ട് ബന്ധപ്പെടുത്തി. ഇപ്പൊ ഞങ്ങൾ എന്തായാലും കഴിഞ്ഞ ദിവസം ബോർഡ് കൂടി കോർപ്പറേഷന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. അതിന് രാഷ്ട്രീയ വിരോധമാണെന്ന് പറഞ്ഞാലും ചെയ്യുകയാണ്. യന്ത്രവൽകൃത ASMന്റെയും യന്ത്രവൽകൃത മില്ലുകളുടെയും ഇന്നത്തെ രൂപരേഖയിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ മാർക്ക് ഉണ്ടാക്കാൻ കഴിയണം. മാർക്കറ്റ് ഡെവലപ്മെന്റ് ലൈസൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കൊടുത്താൽ പുതിയ തലമുറ ഈ വ്യവസായത്തിലുണ്ടാകും. സംസ്കരിക്കട്ടെ. കേരള പഠനങ്ങളുടെ അന്താരാഷ്ട്ര കോൺഗ്രസുകളിൽ നടന്ന ചർച്ചകളിൽ കയർ വ്യവസായത്തെ ഒരു പരമ്പരാഗത വ്യവസായമായി മാത്രമല്ല കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങളെ വിലയിരുത്തിയുള്ള ഒരു മേഖലയായി കണ്ടതിൽ സന്തോഷിക്കുന്നു. ഇതുവരെ നടന്ന എല്ലാ ചരിത്ര ഈ പഠന കോൺഗ്രസിൽ പങ്കെടുത്തവരാണ്. ഈ പഠന കോൺഗ്രസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഗുണകരമായ മാറ്റം ഉണ്ടാകുന്ന അനുഭവത്തിൽ ബോധ്യപ്പെടുന്നതാണ്. KD ദാമോദരൻ സാർ ഞാനിവരാണ് 2 പഠന കോൺഗ്രസിന് മുമ്പ് മിനറൽസ് മൈനിങ് മേഖലയെ കുറിച്ച് ചർച്ച ചെയ്തൊരു പ്രബന്ധം അവതരിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും മിനറൽസിന്റെ മേഖലയിൽ ഒരേപോലെയാണ് സ്ഥിതിയിൽ എത്തിയിരിക്കുന്നത് കൂടി സന്തോഷകരമായി പറഞ്ഞുകൊണ്ട് ഈ ചരിത്ര പഠന കോൺഗ്രസ് നാളേക്കുള്ള ഒരു വഴിയായി മാറട്ടെ എന്ന് പറഞ്ഞു. അടുത്തതായി കാഷ്യൂ വ്യവസായികളുടെ മിനറൽസിന്റെ മേഖലയിൽ ഒരേപോലെ സന്തോഷകരമായി പറഞ്ഞുകൊണ്ട് ഈ ചരിത്ര പഠന കോൺഗ്രസ് നാളേക്കുള്ള ഒരു വഴിയായി മാറട്ടെ എന്ന് പറഞ്ഞു. സമയക്കുറവുകൊണ്ട് ഞാൻ നേരിട്ട് വിഷയത്തിലോട്ട് കടക്കുകയാണ്. കാഷ്യൂവിനെ പറ്റി 2 പേര് സംസാരിച്ച് 2 പേരും ട്രേഡ് യൂണിയൻ വീക്ഷണത്തിൽ അല്ലെങ്കിൽ പൊളിറ്റീഷ്യന്റെ ഒരു വീക്ഷണത്തിലാണ് പറഞ്ഞത്. ഞാനൊരു ചെറിയ വ്യവസായിയാണ്. ഒരു വ്യവസായിയുടെ വീക്ഷണത്തിൽ നിന്നായിരിക്കും ഞാൻ പറയാം. സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഈ വ്യവസായം 1987 മുൻകാലങ്ങൾ എങ്ങനെയായിരുന്നു, അത് എങ്ങോട്ടാണ് പതിച്ചിരിക്കുന്നത്, അത് അതിനെ ഓവർകം ചെയ്യാൻ ഉള്ള മാർഗം വല്ലതും ഉണ്ടെങ്കിൽ എന്താണ്? ഇതാണ് ഞാൻ 3 പറയാൻ പോകുന്നത്. ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, അതായത് 1980-85 വരെ ഇന്ത്യൻ എക്സ്പോർട്ടിന്റെ 0.5% കാഷ്യൂവിൽ നിന്നാണ്. ഇന്ത്യൻ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് മറൈൻ ആയിരിക്കും, എഞ്ചിനീയറിംഗ് ആയിരിക്കും, എന്തും. ടോട്ടൽ ഇന്ത്യൻ എക്സ്പോർട്സിന്റെ 0.5% കാഷ്യൂ ഇൻഡസ്ട്രീസിൽ നിന്നായിരുന്നു. കൂടാതെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്
അതെന്ത് ചെയ്യുന്നതിന്റെ മേജർ പോർഷൻ കാർഷികമായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് ഇന്ന് വളരെയേറെ താഴെ പോയിട്ടുണ്ട്. നേരത്തെ 85 കാലഘട്ടം വരെ 3 ലക്ഷം പേർക്ക് കശുവണ്ടി വ്യവസായം തൊഴിൽ കൊടുത്തിരുന്നു. അവരുടെ ഏതെങ്കിലും ഒരു വ്യവസായം അത്രയും പേർക്ക് പ്ലാന്റേഷനോ അല്ലെങ്കിൽ ഏറെ കൊടുത്തിട്ടുണ്ടെന്ന് എന്റെ അറിവിലില്ല. അവിടെ നിന്ന് നാം പതിച്ചിരിക്കുന്നത്, ഇവിടെ പറഞ്ഞു 100 ഫാക്ടറി 1 ലക്ഷം തൊഴിലാളി എന്ന്. 100 ഫാക്ടറിയിൽ 1 ലക്ഷം തൊഴിലാളി വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഫാക്ടറിയിൽ 1000 പേര് വർക്ക് ചെയ്യണം. KCC ചെയർമാൻ ഇരിപ്പുണ്ട്, ഒരു ഫാക്ടറിയിലും 500 പേരും ഇന്നില്ല. അങ്ങനെയാണ് എങ്കിൽ 50,000 പേരിൽ താഴെ മാത്രമാണ് ഇന്ന് കശുവണ്ടി വ്യവസായത്തിൽ ജോലി ചെയ്യുന്നത്. നേരത്തെ 5500 കോടി രൂപയായിരുന്നു കശുവണ്ടിയുടെ കയറ്റുമതി വരുമാനം. ഇന്ന് അത് ഏകദേശം 2000 കോടിയിലോട്ട് താഴി. ഈ പറയുമ്പം വർഷവും കണക്കിലെടുക്കണം. ഏകദേശം 40 വർഷത്തിന് മുമ്പാണ് 5500 കോടിയുടെ എക്സ്പോർട്ട് നടന്നത്. 45 വർഷത്തിന് ശേഷം അതിന്റെ വാല്യൂ, റുപ്പിയുടെ വാല്യൂ നോക്കിയാൽ വളരെ താഴെയാണ്. നമ്മൾ ഇന്ന് 2000 കോടിയിലോട്ട് താണു വന്നിരിക്കുന്നത്. കണക്കിലെടുക്കണം. ഏകദേശം 40 വർഷത്തിന് മുമ്പാണ് 5500 കോടിയുടെ എക്സ്പോർട്ട് നടന്നത്. 45 വർഷത്തിന് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കശുവണ്ടി വ്യവസായം, ഞാൻ ഉൾപ്പെടെയുള്ള വ്യവസായികളായാലും അതിന് ഗവൺമെന്റ് പ്രേരിപ്പിക്കുക ചെയ്ത് പുതിയ ചേഞ്ചസ് ഉൾക്കൊള്ളാൻ ഞങ്ങൾ ആരും മെനക്കെട്ടില്ല. 1920 ഇവിടെ 1920 കശുവണ്ടി വ്യവസായം തുടങ്ങിയെന്ന് പറയുന്നത് അന്ന് എങ്ങനെ കശുവണ്ടി പ്രോസസ് ചെയ്തോ അത് തന്നെയാണ് ഇന്നും. ഷെല്ലിങ്, പീലിങ് ഇതെല്ലാം അതേ രീതിയിലാണ്. ഒരു വ്യവസായവും 10-15 വർഷത്തിൽക്കുള്ള സിസ്റ്റം, ആ പ്രോസസിങ് സിസ്റ്റം കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ചേഞ്ചസ് വേണം. ആ ചേഞ്ചസ് ഞങ്ങൾ ആരും ഉൾക്കൊണ്ടില്ല. പുതിയ ഇന്നോവേഷൻസ് നടത്തില്ല. ഒരു ചെറിയ ഉദാഹരണം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് അത് പരിചയപ്പെടുത്താം. മാരുതി കാർ വരുന്നതിന് മുമ്പ് നമുക്ക് 2 കാറായിരുന്നു, അംബാസഡറും ഫിയറ്റും. ഈ അംബാസഡർ 25,000 കാർ ഉണ്ടാക്കും, ഫിയറ്റ് 15,000 കാർ. 40,000 കാറായിരുന്നു ഇന്ത്യയിലെ ഉത്പാദനം. അത് കഷ്ടിച്ച് വിറ്റുപോകുമായിരുന്നു. മാരുതിയും പുതിയ കാറുകളും വന്നപ്പോ ഇന്ന് 2025 ഇന്ത്യയിൽ വിറ്റ കാറുകളുടെ എണ്ണം 42 ലക്ഷമാണ്. 100 ഇരട്ടി വർദ്ധിച്ചു. പക്ഷെ ഇന്നും അംബാസഡറും മാരുതിയും ഇല്ല, അംബാസഡറും ഫിയറ്റും ഇല്ല. പക്ഷെ അവർക്ക് ചേഞ്ചസ് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. പുതിയ ഇന്നോവേഷൻസ് നടത്തിയില്ല. എക്കാലവും ലൈസൻസ് രാജ് തുടരുമെന്നും ഈ ഇൻഡസ്ട്രി നമ്മുടെ കയ്യിൽ നിൽക്കുമെന്നും അവർ ദിവാസ്വപ്നം കണ്ടു. അതായിരിക്കാം. എന്താണെങ്കിലും 2 ഫാക്ടറിയും പൂട്ടിപ്പോയി. അതാണ് കശുവണ്ടി വ്യവസായത്തിലും സംഭവിച്ചത്. ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. പുതിയ ഇന്നോവേഷൻസ് നടത്തിയില്ല. നമുക്ക് ആഫ്രിക്കൻ തോട്ടണ്ടി ആയിരുന്നു മെയിനായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ എല്ലാം അവിടുത്തെ രാജ്യം, നമ്മുടെ രാജ്യം ചെയ്യുന്നത് തന്നെയാണ്. ആ രാജ്യം വാല്യൂ അഡീഷന് പ്രാധാന്യം കൊടുക്കും. വാല്യൂ അഡീഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ജോലി കിട്ടും, വേതനം കിട്ടും, അവിടുത്തെ എക്കോണമി വളരും. പകരം കാഴ്ചയായിട്ട് റോ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്താൽ അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടെയാണ് അതിന്റെ ഉൽപാദനം നടക്കുന്നതെങ്കിൽ തൊഴിൽ ഇവിടെയാണ് കിട്ടുന്നത്, ജോലി ഇവിടെയാണ് കിട്ടുന്നത്. അതിനെ നിരുത്സാഹപ്പെടുത്താൻ ഇപ്പൊ ആഫ്രിക്കൻ ഗവൺമെന്റുകൾ ചെയ്യുന്ന കാഴ്ച എക്സ്പോർട്ട് കംപ്ലീറ്റ് ബാൻ ചെയ്യുക, അല്ലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. പകരം അവിടെ വ്യവസായികളെ അങ്ങോട്ട് വിളിക്കുകയാണ്, അവിടെ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടെ പ്രോസസ് ചെയ്യാൻ അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും, ഇൻസെന്റീവ്സും ആഫ്രിക്കൻ രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആഫ്രിക്കയിലെ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസ് ആണ് മെയിനായിട്ട് നമ്മൾ തോട്ടണ്ടി ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന. ആ എല്ലാ രാജ്യങ്ങളും, 2 രാജ്യം ഒഴിച്ച് ബാക്കി എല്ലാ മിക്കവാറും രാജ്യങ്ങൾ ബാൻ ചെയ്യുകയോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയില് യഥാർത്ഥത്തിൽ 6.5 ലക്ഷം ടൺ തോട്ടണ്ടി ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അത് കേരളത്തിൽ നിന്ന് 25,000 സ്റ്റാറ്റിക്സ് ഒക്കെ, ഗവൺമെന്റ് സ്റ്റാറ്റിക്സ് ഒക്കെ 65,000 ഒക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും ഉത്പാദനം ഇവിടെയില്ല. 25,000 താഴെ ഉള്ളൂ. അതൊക്കെ വടക്കൻ ഡിസ്ട്രിക്ട് ജില്ലകളിലാണ്. കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിലാണ്. അത് മൊത്തവും മംഗലാപുരത്തോട്ടാണ് പോകുന്നത്. മറ്റ് സ്റ്റേറ്റിൽ തോട്ടണ്ടി ഉത്പാദിപ്പിച്ചാൽ ഒരിക്കലും കേരളത്തിൽ വരത്തില്ല. കാരണം ആ സ്റ്റേറ്റുകളിൽ തന്നെ ഇവിടുത്തെ കാട്ടിലും ചെലവ് കുറച്ച് പ്രോസസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെ തന്നെ അവിടെ എല്ലാം പ്രോസസ്സിംഗ് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലേക്ക് ആ അണ്ടി വരത്തില്ല. കേരളത്തിൽ തന്നെ തോട്ടണ്ടി ഉത്പാദിപ്പിച്ചാൽ മാത്രമേ ഭാവി കാലത്ത് നമുക്കിവിടെ പ്രോസസ്സിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത്
ആണ് ഇനി ഞാൻ അടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. ESM-PF ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ESM-PF റീഇംബേഴ്സ്മെന്റ് ശരിയാണ്. പക്ഷെ പലതും പേപ്പറിലേക്ക് ആയിട്ടുള്ളൂ, കുറച്ചൊക്കെ ഞങ്ങളുടെ കൈ കിട്ടിയുള്ളൂ, മൊത്തമൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നല്ലൊരു ഐഡിയ ഗവൺമെന്റ് ഭാഗത്തു നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്, അത് നല്ലതാണ്. ESM-PF ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. പിന്നെ പ്രൊഡക്ഷൻ തോട്ടണ്ട്, ഇത് പക്ഷേ തോട്ടണ്ടിയുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് നമുക്കൊരു 30,000 ഹെക്ടർ സ്ഥലം കിട്ടുവാണെന്നുണ്ടെങ്കിൽ 1,00,000 ടൺ തോട്ടണ്ടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിന് സ്ഥലമില്ല എന്ന് നമ്മൾ പറയേണ്ട, സ്ഥലമുണ്ട്. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെ സ്ഥലമായ കണ്ണൂർ ജില്ലയിലെ ആറളം ഫാം, RPL സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ, പത്തനാപുരം ബഫലോ ഫാം, പിന്നെ അത് കൂടാതെ കണ്ട് വെല്ലൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിക്ക്, ഗ്രാസിംഗ് ഫാക്ടറി, കോഴിക്കോട് ഗ്രാസിംഗ് ഫാക്ടറിക്കൊക്കെ നമ്മൾ സ്ഥലം കൊടുത്തിട്ടുണ്ട് അവരുടെ റോ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കാൻ, ഈറ്റയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ. ആ സ്ഥലം എല്ലാം ഏറ്റെടുത്തിട്ട് കാഴ്ചവെക്കുക. സോഷ്യൽ ഫോറസ്ട്രി, ഈ സ്ഥലങ്ങള് ഒരു അഗ്രസീവായ രീതിയിൽ പിന്നെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റീവ് ഉണ്ടായി ഈ ഇത്രയും ലാൻഡ് കണ്ടുപിടിച്ചിട്ട് അവിടെ എല്ലാം തോട്ടണ്ടി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 1,00,000 ടൺ തോട്ടണ്ടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമുക്ക് കേരളത്തെ വ്യവസായത്തെ ബാധിക്കാത്ത രീതിയിൽ പോകാനും പറ്റും. അപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം, അടഞ്ഞുപോയ എല്ലാ ഫാക്ടറിയും തുറക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നടക്കുന്ന ഫാക്ടറി കൃത്യമായും ഭംഗിയായും വെടിപ്പായും നടക്കാൻ വേണ്ട കാര്യങ്ങൾ, അതിന് മാത്രമേ 1,00,000 തികയത്തുള്ളൂ. ജോലിക്കാരുടെ കൃത്യമായ ശമ്പളം കൊടുക്കുന്ന ഫാക്ടറിയായിട്ട് ഒരു മോഡേൺ ഫാക്ടറി നമ്മൾ മോഡേൺ ഫാക്ടറി ആയിട്ട്, ഇത് കുടിൽ വ്യവസായമല്ല, മോഡേൺ ഫാക്ടറി ആയിട്ട് നടത്താനായിട്ട് സാധിക്കുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ശോഭനമായ ഭാവി എന്നൊന്നും പറയുന്നില്ലെങ്കിൽ ഇത് അടഞ്ഞു പോകില്ല. പക്ഷെ റോ മെറ്റീരിയൽ 1,00,000 ടൺ തോട്ടണ്ടി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ നാം സ്റ്റെപ്പെടുക്കണം. ഇനി ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടൻ മാഡം പറഞ്ഞ ഒരു കാര്യം, കാഷ്യൂ ബോർഡിൻ്റെത്, അതോടെ പറഞ്ഞ് ഞാൻ നിർത്തേക്കാം. കാഷ്യൂ ബോർഡ് ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടമ്മയുടെ മാഡത്തിന്റെ ഇനിഷ്യേറ്റീവ് വന്നതാണ്. അത് വന്നതോടെ പബ്ലിക് സെക്ടറിലെ പ്രൊക്യൂർമെന്റും സെയിലും തീർച്ചയായിട്ടും 100% ട്രാൻസ്പെറന്റ് ആയി എന്നുള്ളത് വളരെ വാസ്തവമാണ്. ആർക്കും ഒരു ആക്ഷേപവും ഉന്നയിക്കാൻ ഒക്കാത്ത തരത്തിൽ മാഡത്തിന്റെ കഴിഞ്ഞ ഈ ബോർഡ് വന്നതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ആക്ഷേപം വന്നിട്ട് അറിയില്ല. ഉണ്ടാക്കാൻ വരാത്ത രീതിയിൽ അത്ര ട്രാൻസ്പെറന്റ് ആയിട്ട് ആ ബോർഡ് നടക്കുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് പ്രൊക്യൂർമെന്റിനെ പറ്റി ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പറഞ്ഞു, അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. കാരണം നാം ഇന്ത്യക്ക് പുറത്തോട്ട് വിദേശ നാണ്യം അയക്കണമെങ്കിൽ അതിനൊരു കോൺട്രാക്ട് വേണം. ആ കോൺട്രാക്ടിന്റെ സപ്പോർട്ട് വെച്ച് മാത്രമേ ഇന്ത്യക്ക് പുറത്തോട്ട് ഫോറിൻ കറൻസി അയക്കാൻ പറ്റും. നാം ഡയറക്റ്റ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ചെറിയ ട്രേഡേഴ്സ്, അവിടുത്തെ കർഷകര്, ആഫ്രിക്കക്കാരുടെ നേരിട്ട് വാങ്ങിക്കാനാണ്. അവരുമായിട്ട് നമുക്ക് കോൺട്രാക്ട് വയ്ക്കാൻ പറ്റത്തില്ല. അവർ ചെറിയ പാവങ്ങളാണ്. അവർക്ക് 5,000 ടണ്ണോ 1,000 ടണ്ണോ 100 കിലോ പോലും ഒറ്റയടിക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഒരു സമയത്ത് ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടമ്മയുടെ മിനിസ്റ്ററായിട്ട് ഇരുന്നപ്പോൾ എനിക്ക് അവിടെ ഫെസിലിറ്റി ഉണ്ട്. യാർഡും വേറെ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ഒരു വർഷം ഞാൻ വിട്ടുകൊടുക്കാം. അന്ന് ഞാൻ ബോർഡിൽ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞാണ് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കാം. പക്ഷെ ഈ റിസ്ക് ഉണ്ട്. പൈസ ചിലപ്പോൾ അയച്ചു കൊടുത്താൽ തിരിച്ചു കിട്ടത്തുപോലില്ല. കാരണം അവര് ട്രസ്റ്റ് വർത്തിയല്ല, ആഫ്രിക്കക്കാരാ പൈസ കിട്ടി, അതുകൊണ്ടാണ് അപ്പോഴേ കടന്നു കളയും. അങ്ങനെയൊക്കെയുള്ള റിസ്ക് ഉണ്ട്. അത് വെറുതെ ആക്ഷേപം കേൾക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്ന് ചെയർമാനായിട്ടിരുന്ന മാരാ പാണ്ഡ്യൻ സാറാണ് അദ്ദേഹം നിരുത്സാഹപ്പെടുത്തിയോണ്ട് അത് അന്ന് നടന്നില്ല. ഇന്നും ആ മനസ്സിലുണ്ടായിരിക്കും ഈ ആശയം, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരാശയമായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. മുൻ മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ എന്നാലും കുറുപ്പ് സാറുണ്ട്, ഞാൻ പറഞ്ഞെന്ന് മാത്രം. എനിക്ക് ഒരു അവസരം കിട്ടിയാൽ മനസ്സിലുണ്ടായിരിക്കും. അവസരം അത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരാശയമായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. മുൻ മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ എന്നാലും കുറുപ്പ് സാറുണ്ട്, ഞാൻ പറഞ്ഞെന്ന് മാത്രം. എനിക്ക് ഒരു അവസരം കിട്ടിയാൽ ഞാനൊരു ക്ഷമാപണത്തോട് തുടങ്ങണമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും വളരെ നന്നായിട്ട് മലയാളത്തിലാണ് സംസാരിച്ചത്. ഞാൻ ഇംഗ്ലീഷിലാണ് ഈ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തത്. പെട്ടെന്ന് മലയാളത്തിലേക്ക് മാറാനുള്ള അത്രത്തോളം എക്സ്പെർട്ടീസ് എനിക്ക് ഇല്ലാതായിരുന്നു. അതുകൊണ്ട് എന്നോട് ഹൃദയം ക്ഷമിക്കണം.
ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന കോയർ എക്സ്പോർട്ടർമാരുടെ മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രസന്റേഷൻ എല്ലാം തന്നെ കോയർ എക്സ്പോർട്ടർമാരുടെ മേഖലയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പരിമിതി ഉള്ളിൽ തന്നെയാണ്. Dear friends, at the outset we place on record our sincere appreciation to the AKT Center of Research and Studies for organizing the 5th edition of the International Congress on Kerala Studies. We feel greatly honored to be invited for the same and to participate in the discourse during the seminar. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഞങ്ങൾ പ്രതിനിധിയുടെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പഠന കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത്. അതിന് നന്ദിയുണ്ട്. We, the Federation of Indian Coir Exporters Associations, FICIA, is a confederation of coir and allied products exports of India. FICIA, under its single umbrella, has to accredit all the export associations of coir from the country, namely the Indian Coir Association, the Indian Coir Exporters Chamber, the Coir Shippers Council, the Travancore Coir Mats and Manufacturers Association, Coir Pit and Allied Products Manufacturers and Exporters Association. It basically voices the problems and difficulties faced by the coir industry in general and the exporters in particular. We are proud to say that in the last financial year, coir and coir products generated about 4,343.45 crores worth of foreign exchange. Plus, LFP exports around 1,200 crores of jute and other natural coirings from Kerala. Since the 19th century, as everybody says, coir industry was the most employment generator among traditional industries of southern India. It had provided direct and indirect employment for up to 5 lakhs of workers, of which 85% are women from the rural areas. From the coir exporters' perspective, as I said earlier, please find one of the points we would like to discuss in this seminar. Upgradation of technology, upgrade and modernize existing and new factories in the product sector. As you know, the cottage industry is very, very minuscule, and even now, the looms in the cottage sector, എല്ലാ പരമ്പരാഗത ലൂംസും വളരെ പഴയതാണ്. അതിന് അത് അപ്ഗ്രേഡ് ചെയ്ത് അതിന് പ്രൊഡക്ടിവിറ്റി കൂട്ടിയാൽ മാത്രമേ പ്രോഡക്റ്റ് പ്രൈസ് കുറയത്തുള്ളൂ. നമ്മൾ സംസാരിച്ചാൽ ഒരു ഫൈബർ മാറ്റ് എന്ന് പറഞ്ഞ ചകിരിത്തടക്കിന്റെ 57% മുതൽ 70% വരെ ലേബർ എലിമെന്റ് മറ്റുള്ള റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പ്രോഡക്റ്റ് പതുക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അപ്രത്യക്ഷമാണ്. നമ്മൾ സംസാരിച്ചാൽ and we will need a fully automated, high productivity coir spinning machine to improve efficiency of coir yarn production, which will result in better products in the carpet and coat covering sector. സുഹൃത്ത് ദേവകുമാർ പറഞ്ഞതുപോലെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി മെഷീൻ മെയ്ഡ് ഇപ്പോഴും നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60% കൂടുതൽ ഇപ്പോഴും ഹാൻഡ്സ് പണിയാണ് കയറുന്നത്. അതിന് പകരം മെഷീൻസ് വന്ന് ഓഫ്കോഴ്സ് തമിഴ്നാട് ടേക്കൺ ഓവർ, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സെറ്റപ്പ് അവർക്ക് ഇപ്പോഴും ഉണ്ട്. അത് വന്നാൽ മാത്രമേ നമ്മൾ ഒരു പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ലോകത്തില് കയറുമായിട്ട് സമാന്തരമായിട്ടുള്ള വേറൊരു ഒരു നാഷണൽ ഫൈബർ സൈസലാണ്. സൈസലിന്റെ സ്പിന്നിങ് ടാൻസാനിയയിലും ഉഗാണ്ടയിൽ അല്ലെങ്കിൽ നമ്മള് പോർച്ചുഗലൊക്കെ നടക്കുന്നത് കണ്ടാൽ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സ്പിന്നിങ് ടെക്നിക്സ്. എന്തുകൊണ്ടോ നമുക്ക് ഇതുവരെ അത് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഐ എം സോറി ടു സേ ദാറ്റ് നോട്ട് യെറ്റ്. In spite of all the efforts going on, all the R&D going along, I must confess that even the coir board or the state government is unable to produce a good quality spinning machine. But good quality spinning machine ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നൂതനമായ പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് യാൺ തിന്നറായിട്ട് വരുമ്പോൾ നമ്മൾക്ക് അതിനകത്തുണ്ടാകുന്ന സാധ്യത വളരെ അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗുഡ് ക്വാളിറ്റി കോയർ സ്പിന്നിങ് മെഷീൻ നമ്മുടെ നിരന്തരമായ അഭ്യർത്ഥനയാണ് ഇതൊന്ന് സാധിച്ചെടുക്കണം എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടും അത് and as a substitute for plywood, we suggest coir ply factories which will utilize waste cut bits from the PVC tufting units, which when mixed with or without resin, compressed and laminated with timber. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതിന്റെ കട്ട് ബിറ്റ്സ് ഒരു എക്കോളജിക്കൽ മെനീസ്. ഇത് പ്രോസസ് ചെയ്ത് നമുക്ക് ഒരു വാല്യൂഡഡ് പ്രോഡക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ മാറിക്കഴിയുകയും ചെയ്യും. മറിച്ച് ദിസ് ഈസ് ബേസിക്കലി വെൽത്ത് ഫ്രം വേസ്റ്റ്. നല്ലൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ അതൊരു ഹൈ ലെവൽ ടെക്നോളജി ഉള്ള ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഈ ഒരു ഡയറക്ഷനിൽ കോമേഴ്സ് സെക്ടറുടെ സമയത്ത് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് വിജയമായിരുന്നു. പക്ഷെ അത് കമേഴ്ഷ്യൽ പ്രോജക്റ്റ് ആയിട്ട് വരിക എന്ന് വെച്ചാൽ പ്രൈവറ്റിനെക്കാട്ടും വില കുറഞ്ഞു വന്നാൽ മാത്രമേ അത് നമുക്ക് വിപണന സാധ്യതയുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അടുത്ത പോയിന്റ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് സബ്സിഡീസ്. The scheme plan for technological upgradation of the industry, which provides financial subsidy of 25% up to a maximum amount of 2.5 crores on an investment up to
10 crores on land, plant, machinery procured by the government, by the choir units, both existing and new. Government scheme ആണ് 25% വരെ തിരിച്ചു കൊടുക്കുന്ന ഒരു സ്കീമാണ്. The problem is here again, this is now made available only to the public and cooperative sectors. Unless it is made, it should be made available to all, including the private sector, so that investments can come into the industry. Then, as you know, good evening, sir. Freight is a major concern on the choir industry. The choir, good evening, sir. Freight is a major concern on transport of choir, being a very volume cargo. So we would request that an assistance of 10% on the cost of the container transport from the point of production to the port of shipment may be reimbursed to the exporters. The scheme is envisaged to offset the disadvantage of freight costs on the export transport of choir. Incentives on the foreign trade. The government may consider providing enhanced support to the choir industry. As you know, the recent US tariff, we have been discussing it in the last meeting also, and the other related issues. To increase the share of exports from the state of Kerala, we request for an export promotion incentive of 5% based on the export turnover of shipments made only out of the Cochin port as of now. Promotional support schemes to be recommended for protracting the market segment of choir products. Aggressive awareness campaigns may be taken up to educate people about the multiple uses of choir products. Better uses for choir pitch and fiber has to be identified. By an enactment of law, the PWD should enforce use of choir geotextiles statewide to the choir areas. I must confess that Isaac Sar's കാലത്ത് ഒരുപാട് നൂതനമായ കാര്യങ്ങൾ ജിയോടെക്സ്റ്റൈൽസിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ റോഡ് ലേയിങ്ങിൽ കൂടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. സൗത്ത് കൊറിയ ഒരു വലിയൊരു മാർക്കറ്റാണ്. ഓൺലി പ്രോബ്ലം നമ്മുടെ ഈ ഫ്രൈറ്റിന്റെ പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് എക്സ്പോർട്ടോട് എത്തിപ്പെട്ടാൻ പറ്റാത്തത്. പക്ഷേ റൂറൽ റോഡ്സ് ഇൻ വെസ്റ്റ് ബംഗാൾ, they have implemented this, the jute geotextiles. കൂടാതെ റോഡ് ലേയിങ്ങിൽ കൂടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. Measures to be imbibed for augmenting the visibility of choir products. Branding and promotion to encash the advantage of 100% naturally eco-friendly products. Proper branding and promotion of choir products in the domestic and overseas market has to be taken up by the government of Kerala. Modern advertising and promotion techniques have to be made in this direction. Another opportunity which we have, the state of Kerala, fondly called as a God's own country, and tourism promoted as the future of the state, choir being a naturally eco-friendly product crafted by the cottage sector, promoted along, we have great opportunities. Recommendations on the organization and structural functional changes that we adopted by the government and the departments. A Kerala choir commodity board may be planned by the government of Kerala, like the cashew board, with the participation of all stakeholders, so that planning and implementation of the various projects and schemes can be better monitored. As you know, with the changing scenario of the choir board is shifting. The central government is shifting their focus into Tamil Nadu, and many of the chairmen from choir board were from Kerala and now are from Tamil Nadu. And even the state of Tamil Nadu has already taken this direction or already formulating a choir commodity board in Tamil Nadu to rationalize welfare measures of the choir industry in tune with other traditions in Kerala. The payment of the Bonus Act has to be brought under the purview of the Bonus Act. From the recent inquiries and export sector reviews, we find that there is a large potential of developing many handmade and handcrafted articles made out of natural fibers such as choir, jute, seagrass, sisal, cotton, and other man-made fibers. Retailers, global retailers like IKEA are looking for huge volumes of such products. We are very confident that if we can employ women of Kerala at a very reasonable wage, with their inherent talent, skills, and creativity, we will be able to produce a wide array of such products at very compelling price. We thank the government for constituting an export committee on choir, and the report is already there. We would request that the government, that the export committee report be implemented urgently. Hope due consideration will be given to these aspects in the discussions, which will bring in more employment and drastic change in the manufacturing sector of the choir industry of LP and the export industry. Minister Rajiv and Excellency Thomas Isaac have been very receptive to our suggestions, and they have been so proactive. That is where the choir industry is still progressing and doing well. I
I must confess that the exports of coir is steadily progressing, and every year we are showing a growth. Thank you for the opportunity given. Thank you all. ഇപ്പോ ഈ കള്ളിയത്ത് വ്യവസായത്തെ പറ്റി സംസാരിക്കണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ അശോകൻ അപ്പൊ 3 മിനിറ്റ്. ഇപ്പോ കള്ളിയത്ത് വ്യവസായത്തെ പറ്റി സംസാരിക്കണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ അശോകൻ ഒരു പരമ്പരാഗത വ്യവസായമാണ് കള്ളുകെട്ട് തൊഴിലാളി മേഖല. അത് 1,00,000-ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 9,000 തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾ ഈ രംഗത്തേക്ക് സ്കില്ലിലേക്ക് വരുന്നില്ല. ഒരു ദൂരപരിധി വിഷയം രണ്ടാമത്. തിരുവനന്തപുരം ഷാപ്പുള്ള 17 ഷാപ്പ് മാത്രമേ ഉള്ളൂ. 50 തൊഴിലാളികൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഈ ജില്ലയിൽ. വീര്യം കൂടിയ മദ്യം വയ്ക്കുന്ന ബാറുകൾക്ക് 450 മീറ്റർ ദൂരപരിധിയും നിലവിൽ കള്ള് ഷാപ്പുകൾ 50 മീറ്റർ ദൂരപരിധി ഉള്ള വിഷയത്തിൽ ആണ് കള്ള് ഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്തത്. അത് നമ്മുടെ ഈ വ്യവസായത്തിന് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കായംകുളം വരെ ഇപ്പോൾ ഈ കള്ള് വ്യവസായ പ്രതിസന്ധി ഷാപ്പുകൾ നിലംപറഞ്ഞ് അടഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമുള്ളത്. അതിനാൽ ഈ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ തൊഴിൽ വകുപ്പിന്റെ കീഴിൽ വരുന്ന വിഷയമായതാണ് നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. വ്യവസായ മേഖല പരിഗണിക്കാത്തത്. അതായത് കള്ളിയത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണെങ്കിലും ഇത് ചെയ്തിട്ടില്ല. അതിനാൽ ഈ വിഷയം, ഈ ദൂരപരിധി വിഷയം ഈ കോൺഗ്രസിന്റെ ഒരു വിഷയമായി യൂണിയൻ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുക. ഇവിടെ 1-2 അഭിപ്രായങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്. അതിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതിന്റെ അക്കാദമിക് കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യും. അത് ഒന്ന് പ്രധാനമായിട്ട് ഈ കൈത്തറി മേഖലയെ സംബന്ധിച്ചാണ്. മനോഹരൻ എഴുതി തന്ന കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ആഭരണ തൊഴിലാളികളുടെ അവരും പരമ്പരാഗത വ്യവസായത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് അക്കാദമിക് കമ്മിറ്റി ഒരു അഭിപ്രായം ഇവിടെ വന്നിട്ടുണ്ട്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ചെത്ത് മേഖലയെ സംബന്ധിച്ച് ഇവിടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനോഹരൻ എഴുതി തന്ന കാര്യമുണ്ട്. ഖാദിയുടേതും നനഞ്ഞ് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. അതും കൊടുക്കാം. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. അത് അക്കാദമിക് കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെത്ത് മേഖലയെ സംബന്ധിച്ച് ഇവിടെ അഭിപ്രായങ്ങൾ, പരമ്പരാഗത വ്യവസായങ്ങളെ സംബന്ധിച്ചുള്ള ഈ സെഷൻ പൊതുവിൽ എല്ലാ വിഷയങ്ങളെ പറ്റി അവതരണം നടത്തിയിട്ടുണ്ട്. അഭിപ്രായങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് ക്രോഡീകരിച്ചുകൊണ്ട് അക്കാദമിക് കമ്മിറ്റി ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളും. ഇവിടെ വിഷയാവതരണം നടത്തിയിട്ടുള്ള മേഴ്സിക്കുട്ടി അമ്മ, അതുപോലെ തന്നെ ചർച്ച നയിച്ചുകൊണ്ട് ജയമോഹൻ, ടി.കെ. ദേവകുമാർ, ബാബു ഉമ്മൻ, സാജൻ പി. നായർ വന്നിട്ടുണ്ട്. അവരൊക്കെയാണ് അവതരിപ്പിച്ചത്. അധ്യക്ഷ നിലക്ക് അവർക്കെല്ലാം നന്ദി. പൊതുവിൽ സെമിനാർ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള നന്ദി തോമസ് ജോൺ, അതുപോലെ തന്നെ അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ജയമോഹൻ, ടി.കെ. ദേവകുമാർ, ബാബു ഉമ്മൻ, സാജൻ പി. നായർ അവരൊക്കെയാണ് അവതരിപ്പിച്ചത്. അധ്യക്ഷ നിലക്ക് അവർക്കെല്ലാം നന്ദി. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പരമ്പരാഗത വ്യവസായികൾക്ക് വേണ്ടി നടത്തിയ ഈ സെമിനാർ അധ്യക്ഷത വഹിച്ച നമ്മുടെ ഖാദി ബോർഡ് ചെയർമാൻ കൂടിയായിട്ടുള്ള വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ജയരാജ് സാഹിബിന് നമ്മുടെ സെമിനാർ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സെമിനാറിൽ പങ്കെടുത്ത കയർ ഫെഡ് ചെയർമാൻ ടി.കെ. ദേവകുമാർ XMLA, അതുപോലെ തന്നെ കാഷ്യൂ കോർപ്പറേഷന്റെ ചെയർമാനായിട്ടുള്ള ജയമോഹൻ സാവ്, വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള നമ്മുടെ കൊല്ലം ജില്ലയിലെ പ്രമുഖ കശുവണ്ടി വ്യവസായിയായിട്ടുള്ള ശ്രീ ബാബു ഉമ്മൻ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എക്സ്പോർട്ട് അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടുള്ള സാജൻ ബി. നായർ, കാഷ്യൂ കോർപ്പറേഷൻ തുടങ്ങി, അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗം, നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വ്യവസായം കയർ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി. രാജീവ് അവർ, എക്സ്പോർട്ട് അസോസിയേഷന്റെ വിഷയം അവതരിപ്പിച്ച ശ്രീമതി മേഴ്സിക്കുട്ടി അമ്മ XMLA, അതുപോലെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സെമിനാർ കമ്മിറ്റിയുടെ പേരിൽ യോഗം നമ്മുടെ ഈ ഇതുപോലെ ഇവിടെ നമ്മുടെ റാപ്പോർട്ടിയർമാർ 2 പേരുണ്ട്, സാങ്കേതിക സഹായം തന്നവരുണ്ട്, അതുപോലെ സ്റ്റേജ്, വേദി തുടങ്ങിയ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള എല്ലാവർക്കുമുള്ള നന്ദി. ശ്രീമതി മേഴ്സിക്കുട്ടി അമ്മ XMLA, അതുപോലെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും
സെമിനാർ കമ്മിറ്റിയുടെ പേരിൽ യോഗം നമ്മുടെ ഇതുപോലെ ഇവിടെ നമ്മുടെ റാപ്പോർട്ടിയർമാർ രണ്ടുപേരുണ്ട്, സാങ്കേതിക സഹായം തന്നവരുണ്ട്, അതുപോലെ സ്റ്റേജ്, വേദി തുടങ്ങിയ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള എല്ലാവർക്കും ഉള്ള നന്ദി. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ അതുപോലെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സെമിനാർ കമ്മിറ്റിയുടെ പേരിൽ യോഗം നമ്മുടെ ഇതുപോലെ ഇവിടെ നമ്മുടെ റാപ്പോർട്ടിയർമാർ രണ്ടുപേരുണ്ട്, സാങ്കേതിക സഹായം തന്നവരുണ്ട്, അതുപോലെ സ്റ്റേജ്, വേദി തുടങ്ങിയ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള എല്ലാവർക്കും ഉള്ള നന്ദി. അതുപോലെ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സെമിനാർ കമ്മിറ്റിയുടെ പേരിൽ ഇതുപോലെ ഇവിടെ നമ്മുടെ റാപ്പോർട്ടിയർമാർ രണ്ടുപേരുണ്ട്, സാങ്കേതിക സഹായം തന്നവരുണ്ട്, അതുപോലെ സ്റ്റേജ്, വേദി തുടങ്ങിയ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള എല്ലാവർക്കും ഉള്ള നന്ദി.